സങ്കീർത്തനം 136 സങ്കീർത്തനം Psalm 136 136 സങ്കീർത്തനം എടുക്കണം. ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ എന്ന വാക്ക് പറയുമ്പോൾ എല്ലാവരും നല്ല ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഉറക്കെ പറയണം. എല്ലാവരും ഉറക്കെ പറയണം. നമുക്ക് ലഭിച്ച ഈ ആണ്ടിൻ്റെ അവസാന നിമിഷമാണ്. ഒരു 10, 25, 30 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണമുള്ള സാധ്യതകളിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ നാവ് തുറന്ന് പക്ഷിപ്പാൻ നമുക്ക് പറ്റി, നമുക്ക് സംസാരിക്കാൻ പറ്റി. ഓക്കൾ കൊണ്ട് പ്രയാസം വരാതെ താങ്ങിയത് കൊണ്ട് അതേ ദൈവത്തിന് വളരെ ഉച്ചയിൽ നമ്മൾ എല്ലാവരും ദൈവം പറഞ്ഞു. ഓക്കെ, എല്ലാവരും 136 സംഗീതം എടുത്തായിരുന്നു. സഹോദരൻ കുഞ്ഞുങ്ങളെടുത്തോ, സോനു സംഗീതം എടുത്തോ, സ്വോത്രം വഹിക്കാം. ഓക്കെ, വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോടെ ആകാശങ്ങൾ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനുകളെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന്, ഇസ്രായേലിലെ കടിഞ്ഞുകളെ സംഗ്രഹിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട് തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെ ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോർ രാജാവ് സീഹോനെയും ബാശാൻ രാജാവ് ഓഗിനെയും അവരുടെ ദേശത്ത് അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേൽ അവകാശമായി തന്നെ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈദ്യുത കൈ നമ്മെ വിടുവിച്ചവന്, ജനത്തിന് ആഹാരം കൊടുക്കുന്നവന്, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവേ. അവന്റെ ദയ എന്നേക്കും. ഒരു പ്രാവശ്യം കൂടി പറയുന്നു, നമ്മുടെ താഴ്ച ഓർത്തവന്, കരം ഉയർത്തി പറഞ്ഞു, നമ്മുടെ താഴ്ച ഓർത്തവന്, നമ്മുടെ വൈരുകയിൽ നിന്ന് വിടുവിച്ചവന്, സകലത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രിയിലും ഈ സങ്കീർത്തനം വായിച്ച് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവങ്ങളും നമുക്ക് ഇവിടെ അത്ഭുതം ചെയ്തില്ല, ഏകനായവൻ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നു. നാം ഇന്ന് അത്ഭുതത്തിലൂടെയാണ് ഈ 12 മാസം പൂർത്തിയാക്കിയത്. നാം ഒരു അത്ഭുതമായാണ് നിൽക്കുന്നത്. ആ അത്ഭുതമാക്കി തീർത്ത ദൈവത്തിന്, സർവശക്ത ദൈവത്തിന് പ്രാവശ്യം സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ഈ മാസ അവസാന ഘട്ടങ്ങളിൽ കർത്താവേ സംഗീതം പാടി ആനന്ദിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, മഹത്വം കരറ്റുവാൻ അനുവാദമല്ലോ. ദിനത്തെ ആദരിക്കണം, ബലപ്പെടുത്തണം. ദൈവത്തിന്റെ കൃപയും പൊതിയും ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ദയവായിട്ട് സ്വസ്ഥാനങ്ങൾ ഇരിക്കാമല്ലോ. എല്ലാവർക്കും ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ആന്റി, ലാലി ആന്റി, പ്രിയ ആൻമോളൊക്കെ നമ്മുടെ മധ്യേ ഇന്ന് രാത്രിയിലുണ്ട്. അവരെ സ്വർഗ്ഗത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലാലി ആന്റിയുടെ ആബ്സെൻസ് ആമേൻ നമുക്കൊരു ബുദ്ധിമുട്ടായി ഭാരമായെങ്കിലും പ്രിയാന്റെ ബലത്തോടുകൂടെ വരട്ടെ. എങ്കിലും ഓൺലൈൻ നമ്മൾ കൂടെ സംബന്ധിപ്പാൻ ദൈവം ദാനിയെ ബലപ്പെടുത്തി കൃപയ്ക്ക് ദൈവത്തെ വാഴ്ത്തുന്നു. 7:30 മണിക്കാണ് നമ്മൾ നമ്മുടെ CA പ്രോഗ്രാം ആരംഭിച്ച് അതിനുശേഷം നമ്മൾ ആഹാരം ഓരോരുത്തരും കൊണ്ടുവന്ന സ്നേഹ വിരുന്നുകൾ ചെയ്ത് ഭക്ഷിപ്പാതക്കപ്പെട്ട കർത്താവാസനം ഒരുക്കി അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ താങ്ക്സ്ഗിവിംഗ് വർഷിപ്പിലേക്ക് നമുക്ക് നീങ്ങുവാൻ ദൈവാവസരം ഒരുക്കി തന്നല്ലോ. കടന്നു വന്ന വാശിന്റെ റോമൻസിനെയും ജെയ്സിനെയും വിശേഷാൽ നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളെല്ലാം വളരെ സജീവമായി
നമ്മുടെ ആലയത്തോടെ ചേർന്ന് കഴിയുന്നത്തോളം എല്ലാ കൂട്ടായ്മയിലും ബന്ധപ്പെട്ട കാലാവസ്ഥയോ സാഹചര്യമൊന്നും നോക്കാതെ വണ്ണം വരുന്ന വാർഷിക കുടുംബത്തെ ദൈവം ഇനിയും ആയുസോടെ ആരോഗ്യത്തെ എന്ന് പ്രാർത്ഥിക്കുകയും വിശേഷ ആമെ അഭിനന്ദിക്കുകയും ചെയ്യുകയും ആമെ ആരാധനയ്ക്ക് ഹാർദമായ സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. വാത്സല്യ ആമെ സ്തോത്ര ആശംസയെ ഓർത്തും ലാലിയാന്റെ ഓർത്തും ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. അവരും നമ്മോടൊപ്പം നിമിത്തം വന്നതിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടെ എല്ലാ മീറ്റിങ്ങുകളിലും അവൻ സംബന്ധിപ്പാനും ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നുവല്ലോ. ഇത് രാത്രി അശോകച്ചാനെയും വിശേഷാൽ ലാലിയാന്റെയും ആമയെ ദൈവസഭയിലേക്ക് ഒരു പ്രാവശ്യം കൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന ആണ്ടുകൾ മുഴുവൻ ആയുസ്സോടെ ബലത്തോടെ കർത്താവ് നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമയെ വാത്സല്യ ആമെ സന്ധ്യ സിസ്റ്റം ആമെ അഭിദൈവം അവർ നമ്മുടെ സഭയുടെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. അല്പം സമയം കിട്ടിയാൽ ഓടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ആ പ്രിയ സഹോദരിക്കുണ്ട്. ദൈവം ആമയ സഹോദരി കുഞ്ഞുങ്ങളെയും ദൈവാലയത്തിൽ കൊണ്ടുവന്നുവല്ലോ. അവർ ഈ വർഷം വരുന്ന വർഷത്തെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ മാറത്തക്കവണയാക്കട്ടെ. അവരെ വിശേഷാൽ ഇന്ന് രാത്രിയിലെ പുതുവർഷ ആരാധനയ്ക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ ചിത്ര സിസ്റ്റം സന്തോഷത്തോടുകൂടെ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദൈവാക്കി വെച്ചിരിക്കുന്നു. ആ തലമുറകളെ ദൈവാത്മ കൊണ്ടുവരട്ടെ. ഇന്ന് നമ്മുടെ സഭയ്ക്ക് സന്തോഷകരമാക്കിയ പ്രിയ സഹോദരിയും ഈ പുതിയ വർഷത്തെ ആരാധനയ്ക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ ആ കുടുംബത്തെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ സജിയും ആമേ കുഞ്ഞുങ്ങൾ സോനുവും സംഗീതയും നമ്മുടെ മധ്യമുണ്ട്. ആമേ സംഗീതയും സോനുവിനെ ഫോൺ ചെയ്തെടുക്കത്തില്ല, അവരെ ഫോൺ ചെയ്ത് കിട്ടുന്നില്ല. അല്ലെ അങ്ങനെയല്ലേ സ്തോത്രം വയ്ക്കാൻ അവരിപ്പോ കോള് പോകുന്നില്ല. അവര് സിം മാറ്റി എന്നാ തോന്നുന്നു. സ്തോത്രം വയ്ക്കാൻ ഹല്ലേലൂയ. സിം മാറ്റിയ മക്കളെ ചെയ്തന്നില്ലേ? വേണ്ട. സ്തോത്രം വയ്ക്കാൻ ആ പ്രിയ സജി പറഞ്ഞ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ നമ്മുടെ മധ്യയിൽ കടന്നു വന്നുവല്ലോ. ഈ പുതിയ വർഷ ആരാധനയ്ക്ക് വിശേഷാൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അവരെ ഐശ്വര്യപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അവരെ നമ്മുടെ സഹോദരവർഗങ്ങൾ പലരും വിദേശങ്ങളിലും വിദൂരങ്ങളൊക്കെ ആയിരിക്കുന്നു. അവരെയും ദൈവാത്മാവ് സൂക്ഷിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന പങ്കാളികളായ എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. അവയെ ഞങ്ങളുടെ മാതാവ് എന്റെ വൈഫ് ബീന, ഞങ്ങളുടെ സാമൂനെ ഓർത്തും അവൻ ആവശ്യമായിട്ടിരിക്കുക. സ്വോത്രം രാവിലെ തൊട്ട് അവൻ ലോങ് ഡ്രൈവ് ചെയ്തിട്ട് അവൻ നിൽക്കുക. സ്വോത്രം വേഗ കൊല്ലത്തൊക്കെ പോയി സ്വോത്രം ഡാഡിക്ക് മാത്രമല്ല ദൂരെ പോകാൻ പറ്റിയത്, എനിക്കും പോകാൻ പറ്റിയെന്നാണ് വീരിപ്പ്. സ്വോത്രം വരിക. ദൈവം കുഞ്ഞിനെ ക്ഷേമത്തോടെ കർത്താവ് കൊണ്ടുവന്നല്ലോ. എല്ലാവരെയും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ദൈവം മാനിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ മുമ്പിൽ 11:20 നമുക്ക് 12 മണിയാകുമ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ട സമയമാണ്. അപ്പോൾ സാക്ഷ്യത്തിന് ഒരു സമയമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യത്തിന് സമയം തരികയാണ്. സ്തോത്രം. നിങ്ങൾക്ക് നീട്ടിയ സാക്ഷ്യം പറയാം, കുറച്ച് സാക്ഷ്യം പറയാം. അപ്പോൾ സ്തോത്ര കരിയുന്ന വെളുപ്പാങ്കാലം വരെ ഉണ്ട്. കൊണ്ടുവന്ന ആഹാരം ബാലൻസും വിശക്കുമ്പോൾ എണ്ണീക്കുക, പോവുക, പ്ലേറ്റും കഴിവച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്ത് നന്നായിട്ട് ആഹാരം കഴിക്കാം, വന്നിരിക്കാം. പക്ഷേ ഉറങ്ങരുത് മാത്രമേ ഉള്ളൂ. സ്വത്രം കഴിയുക, ശ്രദ്ധിച്ചിരിക്കണം. ഉറങ്ങിയാൽ ഞാൻ പേര് വിളിച്ച് ഞാൻ അവരെ പരസ്യമായിട്ട് പേര് വിളിക്കാം. ഉറങ്ങിയാൽ കൊടുക്കാൻ മരുന്ന് കൊണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് നാം ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് വാസ്തവത്തിൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി ഓടിപ്പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് നല്ലവനാണ്. ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് വീണ്ടും ഒരായിരം നന്ദി കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയെ പ്രാഗൽഭ്യത്തിന് ചെയ്യാൻ എൻ്റെ ഈ പ്രായത്തിനും ദൈവം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി കർത്താവിന് കരയിക്കുകയാണ്. ദൈവം എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച അന്നു മുതൽ കഴിയുന്നിടത്തോളം വിശ്വസ്തയോടെ കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ അനുവാദം തന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന, ആത്മീയ സഹകരണങ്ങൾ, ഭൗതിക സഹായങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. നിശ്ചയമായിട്ട് കർത്താവിൽ നാളോളം ആയുസ്സും ആരോഗ്യത്തോടുകൂടെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷ നിൽപ്പാൻ ഒരു പ്രാവശ്യം കൂടി എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ വേദിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം വായിച്ച വചനത്തിന്റെ ഒരു വിത്ത് ഇതാകുന്നു.
ഇന്നലേക്കാൾ ഇന്ന് നാം നമ്മുടെ കർത്താവിനോട് അടുത്തിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് ആ അടുക്കലേക്ക് എത്താത്തക്കവണ്ണം നാം എത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ശത്രു ആകമാനം പ്രവർത്തിച്ചു. രാത്രിയെന്നോ പകൽ എന്ന വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു. പക്ഷെ അവിടെ ഒന്നും നമ്മെ വിട്ടുകൊടുത്തില്ല കർത്താവ്. നമ്മെ പറഞ്ഞോ, നമ്മെ പക്ഷി ഈ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും പക്ഷി കെണി പൊട്ടി വഴുതി വന്നതുപോലെയാണ് നമ്മളെല്ലാം വഴുതി വന്നത്. നമ്മളെല്ലാം എങ്ങനെ വന്നതാണ്? വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും പക്ഷി ഇങ്ങനെ വഴുതി വന്നതുപോലെയാണ് സാത്താന്റെ കയ്യിൽ നിന്ന് നമ്മളും വഴുതി വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു ജീപ്പ് ഇങ്ങനെ ചിരിഞ്ഞു വരുന്നുണ്ട്, ലോഡ് കയറ്റി വരുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഡിവൈഡറിലായിട്ട് ടയർ കയറി വണ്ടി മറിഞ്ഞു. ആ ജീപ്പിന്റെ മണ്ടയിലോട്ട്, ജീപ്പ് എന്ന് പറഞ്ഞാൽ ഈ എന്തോ വണ്ടി സ്കോർപിയോ അല്ലല്ലോ, എന്തോ ബൊലോറയുടെ മണ്ടയിൽ കൂടി വണ്ടി വീണു. അതിന്റെ ഡ്രൈവർ സ്പോട്ട് ഔട്ടായി. നമ്മൾ എത്രയോ കാഴ്ചകളാണ് ദിവസം കാണുന്നത്. ഇപ്പോൾ തന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സൂക്ഷിച്ചത് കർത്താവിന്റെ കൃപയാണ്. നാം കഴിച്ച ആഹാരത്തിനകത്ത് വിഷമുണ്ടായിരുന്നു. പക്ഷെ ആ വിഷം നമ്മുടെ ശരീരത്തിൽ തൊടാതെ അങ്ങ് ദൈവം മാറ്റി. നമ്മുടെ മുമ്പിൽ ഒത്തിരി ക്ഷുദ്ര ജീവികൾ നമ്മുടെ മുമ്പിൽ പതികിടന്നു. പക്ഷെ നമ്മളെ കാണാതെ അത് മാറിപ്പോകാനിടയാക്കി. ഇങ്ങനെ രാത്രി പകലൊക്കെ നമ്മൾ സംരക്ഷണയിൽ ഭരിച്ചത് മൊത്തം ദൈവമാണ്. മനസ്സിലാവുന്ന സ്വന്തം പറയാമോ? അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം നന്ദി പറയാത്തക്ക കടപ്പാടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 12:20 കഴിഞ്ഞിട്ടുണ്ട്. 11:20 കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന സമയമാണ്. പെട്ടെന്ന് സഹോദരിമാരും കുടുംബമായിട്ട് കുടുംബമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സ്വത്രം. അപ്പോൾ കുടുംബമായിട്ട് അപ്പോൾ മതിയോ? അപ്പോൾ വ്യക്തിപരമായിട്ട് അടുത്ത വർഷം കുടുംബം. അപ്പോൾ HT കുടുംബം കൂടുതൽ. ഓക്കെ, സ്വത്രം. വേഗത്തിൽ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ലോകത്തിൽ ഈ ആണ്ടിന്റെ അവസാന ദിവസത്തിലും കർത്താവിന്റെ സാക്ഷിയെ നിൽപ്പാൻ അടിയുടെ ആയുസ്സുദിനം കൂടി ദാനമായി നൽകിയ ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അടിയുടെ ജനനം മുതൽ ഈ നിമിഷം വരെയും കർത്താവിന്റെ കൃപ അടിനോട് കൂടിയിരുന്നു. അടിയുടെ യാത്രകളിലോ ഉപജന മേഖലകളിലൊക്കെ ദൈവത്തിന്റെ കൃപാ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ ഈ സഭയിൽ കടന്നു വന്നത് ഞങ്ങൾ 2 വർഷം ഞങ്ങളാകുന്നു. അതുവരെ ദൈവം ഞങ്ങളെ വഴി നടത്തി ഒന്നിനും ഒട്ടില്ലാതെ വേണം ആവശ്യമുള്ളതെല്ലാം നൽകുകയും ദൈവം ഓരോ ദിവസം ഞങ്ങളെ പോറ്റുന്ന കൃപകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. തുടർന്നും പുതിയൊരു വർഷം ദൈവനിക്ക് ദാനമായി നൽകുന്നുവെങ്കിൽ ദൈവഹിത പ്രകാരം ജീവിപ്പാനും ദൈവത്തിന്റെ ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശമാക്കാൻ ഇടയാക്കേണ്ട ദൈവമക്കളുടെ എവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നോളൂ. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ, മരണത്തിൻ നിഴൽ താഴ്വര
ഹല്ലേലൂയ ആണ്ടിന്റെ ഹല്ലേലൂയ ആരംഭം കണ്ട് എനിക്ക് ഈ അവസാന നിമിഷത്തിലും കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഒരു സ്തോത്രം അർപ്പിക്കുവാൻ ദൈവന്റെ ജീവിതത്തിൽ തന്ന എല്ലാ വലിയ ദാനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി അനർത്ഥങ്ങൾ ആപത്തുകൾ കടന്നു വരാമെന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഒരു ദോഷങ്ങളും തട്ടാതെ വണ്ണം അല്ലെങ്കിൽ മരണത്തിന്റെ നിഴലൊന്നും ജീവിതത്തിന്മേൽ കുടുംബത്തിന്മേൽ ഏൽക്കാതെ വണ്ണം ദൈവം പരിപാലിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു. പാസ്റ്ററുടെ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷ മേഖലകളൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ശാരീരികമായി ദൈവത്തിനെ ബലപ്പെടുത്തി. ചില യാത്രകളൊക്കെ ദൈവം കൊടുത്തു, അതെല്ലാം അനുഗ്രഹമായി തീർന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം വാഹന യാത്രകളിലൊക്കെ ദൈവത്തിന്റെ സംരക്ഷണ കൂടെ തന്നെ ഹല്ലേലൂയ ശുശ്രൂഷ മേഖലകളെ ദൈവം മാനിച്ചുവല്ലോ. നിങ്ങളെ പ്രാർത്ഥിച്ച എല്ലാവർക്കും വിശേഷാൽ നന്ദി പറയുന്നു. അതുപോലെ 2 കുഞ്ഞുങ്ങളെ ദൈവമായിരിക്കുന്ന സ്ഥാനത്ത് മോളെയും ഇവിടെയായിരിക്കുന്ന മോനെയും ഒക്കെ ദൈവം പരിപാലിച്ചു. വിശേഷാൽ മോളുടെ ഹല്ലേലൂയ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്മേലെല്ലാം ദൈവം സമയത്ത് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഏലിയാവിനെ ദൈവം പോഷിപ്പിച്ചതുപോലെ കൃത്യസമയത്ത് ദൈവം നന്മകൾ വഴികൾ ഒരുക്കി ദൈവം പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. മോന്റെ വിദ്യാഭ്യാസത്തിന് പ്രയാസങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം അവന്റെ മേലും കൂടെ ഇരുന്ന കൃപയോന്റെ വാഹന യാത്രകളിൽ ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം പകർന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മമ്മിയെയും അടിയന്റെ പപ്പയും മമ്മിയൊക്കെ ദൈവം പരിപാലിച്ച. വിശേഷാൽ പപ്പയും മമ്മിക്ക് അവരുടെ ഇതോട്ട് നോക്കുമ്പോൾ ഇച്ചിരി മാനസികമായ ഭാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അനർത്ഥ വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി പ്രയാസങ്ങൾ പപ്പയുടെ ജീവിതത്തിൽ മേലൊക്കെ ശാരീരികമായൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അവസാന നിമിഷവും കാണുവാനൊക്കെ ദൈവം അവരുടെ ജീവിതത്തിൽ മേലും ഭാഗ്യം കൊടുത്ത് കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും വിശേഷാൽ ഹല്ലേലൂയ സ്തോത്രം നന്ദി പറയുന്നു. അടിയനും ശാരീരികമായി വളരെ ബലഹീന അവസ്ഥയിലൊക്കെ അതിലൂടെ കടന്നുപോയി. എന്തായി തീരുമെന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം പരിപാലിച്ചിരുന്നു. എത്രത്തോളം ആരോഗ്യത്തോടെ ഹല്ലേലൂയ സ്തോത്രം ദൈവം നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാവർക്കും വിശേഷാൽ നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും സഹോദരങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ബന്ധുക്കൾ, ചാച്ചക്കാർ, കസിൻസ് അങ്ങനെ ആരും ആയിട്ടും ഞങ്ങൾ കൂടുതലൊന്നും കോണ്ടാക്ട് ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ എല്ലാം അപ്പനും അമ്മയും സഹോദരങ്ങളും കസിൻസും എല്ലാം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസികളാണ്. ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാം നിങ്ങളാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോട് കാണിക്കുന്ന മനോഭാവം. അത് ഞങ്ങൾക്ക് വളരെ ആശ്വാസങ്ങൾ, ഞങ്ങളുടെ ബലഹീനതകൾ താങ്ങുന്നത്, ഞങ്ങളുടെ മാനസികമായ സംഘർഷങ്ങളായിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കി ഞങ്ങളെ കരുതുന്നത്, സാമ്പത്തിക മേഖലകളെ അവസ്ഥകളെ മനസ്സിലാക്കി കരുതുന്ന എല്ലാ കരുതലിനും നന്ദി പറയുന്നു. ഞാൻ ഇതിലൊരിക്കലും ഒരു വിഘ്നം ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും വിശേഷം ഞങ്ങളെ കരുതുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാസ്റ്ററിന്റെ അഭാവത്തിൽ പലപ്പോഴും ഞാനാണ് മീറ്റിങ്ങൊക്കെ നടത്തിയത്. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അതിനുള്ള പ്രാപ്തിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ മീൻസ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വളരെ പ്രായമുള്ള പക്വതയുള്ള റോബിൻസ് അങ്കിളും അശോകങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് അവർക്ക് എന്തെങ്കിലും അരോചകം തോന്നുമോ, അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എന്നാലും ഞാനാണ് നടത്തുന്നതെന്ന് അറിയാമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ ഒന്ന് നോക്കാൻ സ്ത്രീകളെ അംഗീകരിക്കാത്ത ഒരു ലോകത്താണ് എന്നെനിക്കറിയാം. എന്നാലും എന്നെ അവർ അംഗീകരിച്ച് എന്നെ ക്ഷമിച്ച് സഹിച്ചൊക്കെ അവരിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മീൻസ് എന്തോ എനിക്ക് ഹൃദയംഗമായ ഒരു നന്ദി. എനിക്കും ആത്മീകമായി വളരുവാനും നിങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുവാനും ഒക്കെ ഞാൻ പേടിച്ചൊക്കെയാണ്. അല്ലെങ്കിൽ എങ്ങനെ വിചാരിക്കും ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എന്നെ കൂടുതൽ അതിനൊക്കെ പ്രാപ്തിയാക്കി തീർത്തത്. വിശേഷാൽ എല്ലാവർക്കും, ഞങ്ങളുടെ സഹോദരിമാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പുതിയ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ ആയിരിക്കാനൊക്കെ ഞാനും ആഗ്രഹിക്കുന്നു. ആത്മീകമായ ജീവിതത്തെയൊക്കെ ഓർത്ത് ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി സാക്ഷികരിക്കും. സാക്ഷ്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. പെട്ടെന്ന് സാക്ഷ്യം പറയണം. അവരെ പറഞ്ഞു വെക്കരുത്, ചാടി എണ്ണീക്കണം സാക്ഷ്യം പറയാൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാനലയാനിനാ
വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വരഞ്ഞു ഞാൻ അലയാനിതാ, വരികയില്ല അവനെന്നെ പിരികയില്ല. പലതുവയൽക്കുവാൻ കൃപ ചെയ്യണേ. വരികയില്ല അവനെന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാനിവിടെന്നെ കരുതിയിടുവാൻ. മാറാതെ അവനെന്റെ അരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യം നൽകാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ച വിലയേറിയതായ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം എന്നെ ഭദ്രമേറിയതായ കരുത്തിൽ വഹിച്ചു, സൂക്ഷിച്ചു, പരിപാലിച്ചു. കർത്താവിന് സന്നിധിയിൽ സാക്ഷ്യം നിൽക്കുവാനും ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിപ്പാൻ തന്ന വിലയേറിയതായ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമക്കളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവത്തിന് സ്തോത്രത്തിൻ്റെ സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാണ് കർത്താവ് ഞങ്ങൾ തുറന്ന് നിൽക്കുവാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്വന്തം ജീവിക്കുന്ന ആളല്ല എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയെ ജീവിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സന്നിധി മുൻപോട്ട് കടന്നു പോകാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആയുസ്സും ആരോഗ്യമുള്ള നാളിൽ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥലയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും എൻ്റെ കർത്താവ് ഇതുവരെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ജീവിക്കുന്ന ആളൊക്കെ എൻ്റെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയെ ജീവിച്ച് കർത്താവിൻ്റെ നാളോളം കർത്താവിൻ്റെ വരവോളം വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധി ജീവിച്ച് മഹത്വപ്പെടുത്തുക. എന്നെ തന്നെ കർത്താവിൻ്റെ കരം സമർപ്പിക്കുകയാണ്. ദൈവസ്തോത്രം. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരു അവകാശം ദൈവം എനിക്ക് ദിവസങ്ങൾ നൽകുന്നതായ വിലയേറിയതായ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് ദൈവത്തെ സകല ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രികാലം നന്ദിയോടെ കർത്താവ് ദൈവം മക്കൾ ഒരുമിച്ച് സാക്ഷ്യം നൽകാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ജീവിക്കുന്ന ആളല്ല എൻ്റെ കർത്താവിന് സാക്ഷ്യം ജീവിച്ച് മഹത്വപ്പെടുത്തുക. ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ച സാക്ഷ്യങ്ങളോട് എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഇതിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു വർഷകാലം രാത്രികാലം ഞങ്ങൾക്ക് കുടുംബമായ ദിവസത്തിൽ കടന്നു വരുവാനും ആരാധിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും എല്ലാ ആപത്തുനിന്നും അനർത്ഥങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് പരിപാലിച്ചു. ഈ ഒരു വർഷക്കാലം കുടുംബമായി ഓരോ സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾക്ക് പാടുവാനും സുവിശേഷം പറയുവാനും ട്രാക്ടർ കൊടുക്കാനൊക്കെ അതിനുള്ള അവസരം തന്നുകൊണ്ടിരിക്കുന്നു. സീരിയസ് അതിനൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളായിത്തീരുവാനൊക്കെ ഞങ്ങൾ തന്നെ കുടുംബമായി താഴ്ത്തേൽപ്പിക്കുന്നു. ഈ 2025 പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവമക്കളും ദേവദാസന കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2026 പൈതൃക വിഷയത്തിന്മേൽ ഒരു വിടുതൽ കണ്ട് സന്തോഷിപ്പാനും ഒരു ഭവനത്തിന് വേണ്ടിയും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം ദൈവമക്കളും ദേവദാസന കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അപേക്ഷിക്കുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ നാൾ വരികയും 4 സഭയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം, ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് രോഗവും ആശുപത്രിയിൽ പോകുകയൊക്കെ അഭയം പ്രാപിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഈ സഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനത്തെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ അഭയം പ്രാപിക്കാനിടെ വന്നിട്ടില്ല. ദേവദാസന് കുടുംബം ദൈവമക്കളും ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരാധന ഉള്ളത് കൊണ്ട് ഇതുവരെ ഞങ്ങൾ പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്താണ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളായി തീരുമാനം കുടുംബമായി താഴ്ത്തേൽപ്പിച്ചുകൊണ്ട് സാക്ഷി തീർന്നുകൊള്ളുന്നു. ആ സാക്ഷ്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ 2025 ആരംഭം മുതൽ ഈ 12-ാം മാസം വരെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ ഒരുപാട് വേദനിച്ച് പ്രയാസങ്ങളെല്ലാം നേരിട്ടെങ്കിലും അവിടെയെല്ലാം ഞാൻ ലജ്ജിച്ചു പോകാൻ ഇടയാവാതെ എൻ്റെ കർത്താപ്പച്ച എന്നെ പരിപാലിച്ച് ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവസരങ്ങൾ പലയിടത്തും എൻ്റെ അപ്പച്ച എനിക്ക് സഹായിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു. ദേശത്തും ചാർച്ചക്കാരുടെ മുന്നിൽ എല്ലാം കർത്താപ്പച്ച എന്നെ പരിപാലിച്ച് ഞാൻ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ അഭിമാനത്തോടെ നിൽക്കാനുള്ള അവസരങ്ങൾ എൻ്റെ അപ്പച്ചൻ എനിക്ക് തന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഒത്തിരി നന്മകളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അഭിദേവ് ഈ വർഷം തന്നെയാണ് വിദേശത്ത് പോയത്. അതിനുള്ള ഒരു വഴി എൻ്റെ അപ്പച്ചൻ തുറന്നായിരുന്നു. അതുപോലെ അഭിദേവിന് വലിയൊരു ആഗ്രഹമായിരുന്നു ISRൽ തന്നെ കയറണമെന്നും ആ ആഗ്രഹവും എൻ്റെ അപ്പച്ചൻ നിറവേറ്റി കൊടുത്തു. അതിനെല്ലാം ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എൻ്റെ ദേവദാസിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി. അതെല്ലാം എനിക്ക് വലിയ അത്ഭുതമായി മാറി. അതുപോലെ നമ്മുടെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന വലിയൊരു വിടുതലാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് വലിയൊരു അത്ഭുതവും വലിയൊരു വിടുതലും അനുഗ്രഹവുമാണ്. ഇനിയും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാക്ഷ്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളിൽ ഓർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ നടത്തിയിടുന്നു നാളോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ സഭാമധ്യേ എൻ്റെ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 അവസാനം മാസത്തിൽ ഞാൻ ദുബായിൽ പോയായിരുന്നു. ഡിസംബർ 25 ആദ്യ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. മാർച്ച് മാസത്തിൽ മടങ്ങി വന്നു. അന്ന് മാർച്ച് മാസം മുതൽ ഈ 12-ാം മാസം വരെയും എൻ്റെ ദൈവം അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ദോഷവും വരാതെ എന്നെ കാത്തു സൂക്ഷിച്ച് കുടുംബമായി പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നു, വീഴ്ചകൾ, താഴ്ചകൾ വന്നു, അപകടങ്ങൾ, അനർത്ഥങ്ങൾ വന്നു. 2015 കണ്ട പലരെയും അവസാനം കാണാതെ ആയ കുടുംബങ്ങൾ പലരെയും എനിക്കറിയാം. അതുപോലെ ആകാമായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം ഞങ്ങളുടെ കഴിവും ഒടുക്കമൊന്നുമല്ല. ദൈവസഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന, ദേവദാസൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, എല്ലാത്തിനും വലിയ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയാണ് എന്നെ എൻ്റെ തലമുറയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. വലിയ അനർത്ഥമാണ് എൻ്റെ ഭവനത്തിലുണ്ടായത്. എൻ്റെ മരുമകൾ കുടുംബമായി യാത്ര ചെയ്ത് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ദോഷവും സംഭവിച്ചില്ല. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്നു. ഒത്തിരി ആത്മീയ ഭൗതിക നന്മകൾ ദൈവം തന്നു. എത്ര പറഞ്ഞാലും മതിയായിട്ട് ഇതിനൊന്നും അർഹത ഉള്ളവളല്ല ഞാൻ. എന്നാൽ എൻ്റെ ദൈവം എന്നെ കുറവുകളുണ്ട്, എന്നാലും എൻ്റെ ദൈവം എന്നെ മാനിക്കുന്നു. ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചെറുത് വലുതുമായ ഏത് ആവശ്യമായാലും എനിക്ക് ആരോട് പറയാനില്ല. എൻ്റെ അപ്പച്ചനോട് മാത്രം ഞാനിങ്ങനെ അപേക്ഷിക്കത്തൊന്നുമില്ല. എന്നാലും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചാൽ മതി. എൻ്റെ യേശുപ്പാത നടത്തി തരും. എനിക്ക് മറ്റാരോടും പറയാനില്ല, മക്കളോട് പോലും പറയത്തില്ല. പക്ഷെ എൻ്റെ ദൈവം എല്ലാം നടത്തിത്തരും. വിചാരിക്കാത്ത സ്ഥാനത്താണ് വൻകാര്യങ്ങൾ ചെയ്ത് അനേക മക്കൾക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണ്. US പോകണമെന്ന് എൻ്റെ മകന് കുറേ കുട്ടികൾ ഇൻ്റർവ്യൂ എടുത്ത് എൻ്റെ പൈതലിനാണ് ആദ്യം ലഭിച്ചത്. അവൻ കടന്നുപോയി 10 വർഷത്തെ വിസ കിട്ടി. അങ്ങനെ പറയാൻ തുടങ്ങിയ ഈ ഒരു 10 മാസക്കാലം കൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ അനേകം നന്മകൾ ചെയ്തു. എല്ലാത്തിലും വലിയ ആത്മീയമായി വളരുവാൻ, ദൈവസന്നിധിയിൽ ഇരിപ്പാനൊക്കെ എൻ്റെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊരു കോൺഫറൻസിന് കടന്നുപോയി. അന്നൊരു സഹോദരി കൂടി ദൂത് കേട്ട് ഈ വർഷം ഒരുപാട് ആലോചനകൾ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കും നീ ദൈവവേലക്കാരിയായി തീരും. അനേക വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ദൂതെല്ലാം ഞാൻ കേട്ട് മറന്നിരുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനും സഹോദരിയായിട്ട് കടന്നുപോയപ്പോൾ ഒരു സഹോദരി ഇറങ്ങി വന്ന് ഞങ്ങളൊരു അറ്റത്ത് ഒതുങ്ങി നിൽക്കായിരുന്നു. ഇറങ്ങി വന്ന് എൻ്റെ തലയെ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ 2026 ദൈവവേലക്കാരിയായിട്ട് ഇറങ്ങും. നീ പിടിച്ച ദൈവത്തിനെ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ആത്മീയമായി ബലപ്പെടുവാനും ഒത്തിരി പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു. പിന്നെ കൂടുതലായിട്ട് സഭയുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറിയിരിക്കുന്ന തലമുറകളൊക്കെ അടുത്തുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മുമ്പ് ഒറ്റയ്ക്കായിരിക്കും. അവരൊക്കെ ഫാമിലി ആയപ്പോൾ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണമുണ്ട്. അവരുടെ കുടുംബക്കാരുടെ വിഷയം എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഇത്തിരി കുറച്ച് അകന്ന് നിൽക്കുന്നതെന്നല്ലാതെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മ ദൈവം ആത്മീയമായി ഭൗതികമായി തന്നു. ഒരു ആക്സിഡൻറ്റ് എനിക്കുണ്ടായി. ഒരു പോറലും എനിക്കുണ്ട്. എൻ്റെ വണ്ടിക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടായതല്ലാതെ ഒരു ദോഷവും എനിക്കും ഉണ്ടായില്ല. എൻ്റെ തലമുറകൾക്ക് പുതിയ വാഹനം കൊടുത്ത് എനിക്ക് പുതിയ വാഹനം നിന്ന് അങ്ങനെ എണ്ണിയാതില്ലാത്ത നന്മകൾ എൻ്റെ ദൈവം ചെയ്തു. ഇനി ദൈവത്തിന് വേണ്ടി നിൽപ്പാനും ഈ സഭയോട് പറ്റിച്ചേർന്ന് നിൽപ്പാനും ഇത്ര വർഷക്കാലം
ഈ ദൈവസഭയോട് ദൈവദാസന്റെ കുടുംബത്തോട് വിശ്വസ്തയോടെ നിൽപ്പാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ച് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാനൊക്കെ എൻ്റെ ദൈവം സഹായിച്ചു കൊടുത്ത റെന്റിൻ്റെ കാര്യമൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പരമാവധി വിശ്വസ്തയോടെ ചെയ്യുവാൻ എന്നെ സഹായിച്ചു. എല്ലാത്തിനും നന്ദി ദൈവത്തിന്. അതിനപ്പുറം എൻ്റെ സഭയോർത്ത് എന്നെ ഓർത്ത് കുടുംബത്തോർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവദാസനും കുടുംബത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ആ സാക്ഷ്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ആമേൻ. സ്തോത്രം. യേശുവിനെ മഹത്വപ്പെടട്ടെ. ഞാൻ നന്ദി പറഞ്ഞാൽ ഒരിക്കലും തീരൂല യേശുവിനോടാണ്. കാര്യം അത്രയ്ക്കിനെ എത്ര പറഞ്ഞാലും തീരൂല. കാര്യം എൻ്റെ മക്കളും എൻ്റെ ഭാര്യ വരെ വിട്ട് എന്നെ പോയിട്ട് ഇനി എൻ്റെ യേശു ഒപ്പനെ എനിക്കുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്ററിനും ദേവദാസിക്കും ഈ സഭയ്ക്കും എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എന്നെ ആക്സിഡൻറ്റിൽ നിന്നും പല ആപത്തിൽ നിന്നും എന്നെ കരകയറ്റിയ യേശുവിന് 1000 നന്ദി. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഭാഷ സജീവന്റെ കുടുംബത്തെ ഓർത്ത് കരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ദൈവത്തിന് സ്തോത്രം. 2025 ആരംഭം കണ്ട എനിക്ക് ഈ അവസാന നിമിഷത്തിന് വന്ന് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അത്രത്തോളം ഉപകാരങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ വിഷയത്തിലും ഭൗതികവും ശാരീരികമായി വളരെ ബലഹീനനാണെങ്കിൽ പോലും ബലത്തോടെ നിർത്തിയ ദൈവത്തിൽ സ്തുതിക്കുന്നു. കഴിഞ്ഞ 12 മാസവും ഈ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ പോയി കർത്താവിൻ്റെ എളിയ സാക്ഷ്യം വഹിപ്പാനും ഇതിനേക്ക് വേണ്ടി പാടുവാനും പ്രാർത്ഥിക്കുവാനും കവലകളിൽ നിന്നുകൊണ്ട് ജലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ഒക്കെ അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമായി ഞാൻ ഇന്നും കാണുന്നു. അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ചെറിയ കൂട്ടമാണെങ്കിലും വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം കഴിയുന്നിടത്തോളം ആരാധനയെ സംബന്ധിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ഇടയോഗങ്ങൾ മാത്രമേ എനിക്ക് വരാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. എന്നാൽ ഒരു സഭായോഗങ്ങൾ മുടക്കുവാൻ കഴിയാതെ വന്ന ദൈവം എൻ്റെ ആയുസ്സിനും ആരോഗ്യവും ബലവും ശക്തിയും നന്ദി കൃപയോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ മഹാകൃപയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പ്രാർത്ഥന വിഷയങ്ങളിൽ കഥാപലതും ഇനി നിറവേറാനുണ്ട്. 2026 അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകും എന്ന് വലിയ പ്രത്യാശയോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന കർത്തദാസിയും പ്രിയ പാസ്റ്റാൻഡിയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ സിസ്റ്റർമാരും സന്ധ്യ സിസ്റ്ററും ചിത്ര സിസ്റ്ററും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലാലി സിസ്റ്റർ അഭാവത്തിലും അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അശോകബ്രതയൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരുമില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കാണും പ്രാർത്ഥനയ്ക്ക്. ഞാൻ കൊണ്ടുപോകും. അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. അത് എത്രത്തോളം നിങ്ങൾ
നമ്മളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. തുടർന്നും കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു അത് ആത്മീയ നിലവാരത്തിലേക്ക് വളരുവാൻ പിന്നെയും ദൈവദാസന്റെ അത് സഭയുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ നിലകൊള്ളുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി രണ്ടുപേരും ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. പാട്ട് പാടുന്നത് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പാടാനറിയില്ല എങ്കിലും അത് പാടിക്കണമെന്ന് മനസ്സ് പറഞ്ഞു. കാര്യം ഈ ഒരു വർഷം എന്ന് വെച്ചാൽ ഒരു സഭാരാധന മുടങ്ങാതെ എനിക്ക് കടന്നു വരാൻ കഴിയും. അതാണ് എൻ്റെ ഏറ്റവും 2025 ഏറ്റവും ഒരു വിജയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ കടന്നു വരാൻ, അല്ലാത്ത ഇടയിൽ കടന്നു വരാൻ കഴിയുന്നിടത്തോളം കഴിയാൻ വരുമായിരുന്നു. ഭവനത്തിൻ്റെ പണിയോടനുബന്ധിച്ചാണ് വരാൻ പറ്റാതായി പോകുന്നത്. എങ്കിലും ദൈവം എത്രത്തോളം നടത്തി. അതുപോലെ വളരെ സന്തോഷവും സങ്കടവുമുള്ളൊരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ നാളുകളെല്ലാം കുഴപ്പമില്ലാതെ പോയി. അവസാനമായപ്പോൾ വളരെ ഭാരപ്പെടേണ്ടി വന്നു. ആ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരേണ്ടി വന്നു. ചില രോഗങ്ങളാണ് അത് വന്നത്. അത് കുഞ്ഞുങ്ങളുടെ മേലും പുള്ളിക്കാരത്തിയുടെ മേലുമെല്ലാം. ലാസ്റ്റിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അസുഖം കടന്നു വരും ഭാരപ്പെട്ടു വല്ലാതെ. അപ്പോൾ അത് എന്നുവെച്ചാൽ അത് വന്നെന്ന് പറഞ്ഞാൽ ആ രാത്രി വെള്ളാരെങ്കിൽ ആലോചിക്കും ഇപ്പോഴും എനിക്ക് സങ്കടം. ആ ബ്ലഡിൽ ഞാനിങ്ങനെ മുട്ട് കുത്താറില്ല, കാര്യം കാലിന് പ്രശ്നമുള്ളതുണ്ട്. പക്ഷെ എനിക്ക് വളരെ പ്രയാസം തോന്നുമ്പോൾ ഞാൻ മുട്ട് കുത്തും, ദൈവത്തോട് കാര്യം. അത് അന്ന് രാത്രി ഞാൻ കുറേ നേരം കാര്യം ദൈവത്തോട് കാര്യം. അങ്ങനത്തെ അസുഖമാണെന്ന് വല്ലാതെ ഞാൻ പേടിച്ചു. പക്ഷേ എന്തോ ദൈവം അതൊരു വലിയൊരു വിടുതത്തുന്നു. പ്രത്യേകിച്ച് അതിന് നന്ദി പറഞ്ഞ സഭയുടെ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് സഭകളിൽ ഞങ്ങൾ കടന്നു വരാതിരുന്നാൽ പലതൊക്കെ വേണ്ടാതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ പലപ്പോഴും 1-2 പ്രാവശ്യം വരെ തന്നെ അന്ന് തന്നെ ഭവനത്തിന് മുമ്പിൽ ആ പാമ്പ് വന്നിട്ട് കിട്ടി. അത് അല്പത്തെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമായിരുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ലഭിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ചെറിയ നമ്മുടെ കൂട്ടായ്മയാണെങ്കിൽ അത് വലിയൊരു കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ്. അത് എപ്പോഴും മനസ്സിലുണ്ട്, എപ്പോഴും നന്ദി പറയും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുന്നു അവരും. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ 5 പേരും ഒന്നിച്ച് സഭയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇരിക്കണം. ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. 5 പേര് കുടുംബമായി ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കാൻ. അത് ദൈവം സാധിച്ചു തരുമെന്ന് ഈ 2026 കഴിയട്ടെ എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഒത്തിരിയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ സായി കടന്നു വരും എപ്പോഴും പറയും. അവൻ വരാമെന്ന് പറയുന്നതല്ലാതെ അവൻ വരുവാനുള്ളൊരു നീക്കം നടത്തുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സനികയുടെ വിസയുടെ വിഷയങ്ങളുടെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്, അതിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ലാലിക്കായി പ്രാർത്ഥിക്കണം. ഭവനത്തിലായിരിക്കുന്നു. കുറുക്കിൻ്റെ ഒരു സൈഡ് വല്ലാത്ത വേദനയുണ്ട്. ഭവനത്തിൻ്റെ പണി ഇപ്പോൾ മുടങ്ങി കിടക്കുകയാണ്. അതിൻ്റെ സാമ്പത്തികമായ കുറച്ച് പ്രയാസമുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം. അതിലുപരി സഭയോട് ഒന്നിച്ചു നിന്ന് ആരാധനകൾ മുടങ്ങാതെ വണ്ണം കടന്നു വരാൻ 2026 ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു. എൻ്റെ ഇടയിൽ സാക്ഷ്യം പറയും. ദൈവം തന്ന നല്ല അവസരത്തിനായി പ്രിയ സാക്ഷ്യത്തിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷക്കാലം ദൈവം നടത്തി അടുത്ത വർഷത്തെ ദൈവനെ വിളിച്ചു. കുറേ പ്രശ്നങ്ങളൊക്കെ കാലിനും ബോഡിക്കൊക്കെ വളരെ ബാക്ക് പെയിൻ എല്ലാം ഉണ്ടായിരുന്നു. ദൈവം നടത്തി. ഇനി എല്ലാവരും പ്രാർത്ഥിക്കും. ആ സാക്ഷ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നല്ല വാക്കുകൾക്കും നല്ല സാക്ഷ്യത്തിനുമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓൺലൈനിലും നമ്മുടെ 26 കിടക്കുന്നത് നമ്മുടെ കുറച്ച്
കുറച്ച് എവിടെ കൂടെ ആ ഫാൻ ഓഫ് ചെയ്ത ഈശോത്രം. ആ ഫാൻ സൈബർ ആ ഫാൻ ഓഫ് ചെയ്തു. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് സാക്ഷ്യം പറയുവാൻ തക്കവിടെ കർത്താവിടെയാക്കി വചനം പറഞ്ഞു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന് വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചില ഉപകാരം എന്ന് മറക്കരുത്. നമ്മുടെ ഓൺലൈനിലും ദൈവമക്കളായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വാക്ക് ദൈവസഭയുടെ മുമ്പാകെ സാക്ഷ്യമായിട്ടോ നന്ദിയായിട്ടോ പറയണമെങ്കിൽ ഒരു അവസരമുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഭവനത്തിലായിരിക്കുന്നു. ആണ്ടിലെ ആരംഭം മുതൽ ഇതുവരെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അശ്വരൻ സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് കർത്താവെ എനിക്ക് അത് തന്നെയാണ് സാക്ഷി കിട്ടുന്നത്. കർത്താവെ ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നും കൂടി നന്ദി പറയുകയാണ്. അതുപോലെ ദേവദാസനെ ഓർത്ത് ദൈവം കർത്താവെ ഹല്ലേലൂയ. ദേവദാസൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾക്ക് കർത്താവ് വചനം തന്നു. ഒരു വർഷം അതിനു വേണ്ടി നന്ദി പറയുന്നു. സങ്കടത്തിലും വിഷമത്തിലും ഒക്കെയായി സഭയിൽ കടന്നു വരുമ്പോഴൊക്കെയും ആ വചനമാണ് എന്നെ ശക്തീകരിക്കുന്നത്. അത് പറഞ്ഞാൽ ഒത്തിരി എന്നെ ബലപ്പെടുത്തുന്ന വചനമാണ്. അതിനായി നന്ദി പറയുന്നു. പുതുവർഷത്തിലേക്ക് എതിരേൽപ്പാൻ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ ലാലിയുടെ വാക്കുകൾക്കും നല്ല സാക്ഷ്യത്തിനുമായി നമ്മുടെ കരപൂർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവ് മാനിക്കട്ടെ. മറ്റാർക്കെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ സാക്ഷ്യം പറയണമോ? എന്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്റെ ജോലി നഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് വളരെ വേദനയോടുകൂടി പോയ വർഷമായിരുന്നു. ആക്ച്വലി മരണത്തിന്റെ പല പേരിലൂടെ സഞ്ചരിക്കാനൊക്കെ അതിനേക്കാട്ടിലപ്പുറത്ത് എല്ലാവരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. പാസ്റ്ററെ അടുത്ത് വരാനും പ്രാർത്ഥിക്കാനും അവിടെ ഇരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ജോലി കിട്ടാനൊക്കെ സാധിച്ചു. എല്ലാവരുടെ പ്രാർത്ഥിക്കണം. അതിനുശേഷം ജോലി ലഭിച്ചതിന് ശേഷവും ഇതുവരെയ്ക്കും എനിക്ക് വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് 2025 എന്ന് പറയുന്ന ജീവിതത്തിലെ ഇത്രയും ഭയങ്കര ബാഡായിട്ടുള്ളൊരു വർഷമായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി എത്ര ബാഡാണെങ്കിൽ പോലും എനിക്ക് നമ്മുടെ സഭയിൽ വരുവാൻ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനൊക്കെ ഒരു ചാൻസ് കൂടെ കിട്ടി. അപ്പോഴും എന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. പല സാഹചര്യങ്ങൾ കാരണം ഞാൻ ചർച്ചില് പ്രാർത്ഥനകൾക്ക് പങ്കെടുക്കാനോ സഭാരാധനയിൽ പങ്കെടുക്കാനോ സാധിക്കുന്നില്ല. ഇപ്പോഴും തന്റെ ഒരു ശല്യം എന്നെ പിന്തുടരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരുന്ന അവസരത്തിലൊക്കെ ദൈവം നമ്മളെ വളരെ വലിയ രീതിയിൽ കാത്തു. പ്രത്യേകിച്ച് ഞാൻ നാട്ടിൽ വരുന്ന അവസരങ്ങളിലെ പല പ്രാവശ്യം എനിക്ക് വളരെ ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനത്തെ പല കാര്യം ദൈവം വളരെ കൺമണികൂടെ കാത്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടായിരുന്നത്. പാസ്റ്റ് പലപ്പോഴും അതിന് മുമ്പ്, അതായത് നമുക്ക് വരുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി പാസ്റ്ററുണ്ട്. പാസ്റ്റർ നമുക്ക് വരുന്ന എന്ത് ബുദ്ധിമുട്ടുകളും പാസ്റ്റർ പക്ഷേ നേരിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഈ സേലം കഴിയുമ്പോൾ വിളിക്കണം, സേലത്തിൽ പോകാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇത് പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനസികാവസ്ഥ ഞാൻ വളരെ സന്തോഷം കൊണ്ട് കരുതുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ദൈവം എന്റെ കരുണ, കരുതല്, നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം വളരെ സഹായകരമായിരുന്നു. എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ. 2026 എന്റെ മനസ്സിന് വളരെയധികം ശാന്തി, അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം കുളിർമ തരുന്ന ഒരു വർഷമായി മാറട്ടെ. എന്റെ ചിന്തയെ നിയന്ത്രിക്കാൻ ഇടവരുത്തട്ടെ. ഒരുപാട് ആളുകൾക്ക് നിന്നുണ്ട്. വർക്കിലും കമ്പനിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കാട്ടുപരി 2026 കൂടുതൽ ദൈവത്തോടെ അടുക്കാനും ദൈവത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ എനിക്ക് സാധിക്കണം. അതിനുവേണ്ടി ദിവസത്തെ പ്രാർത്ഥിക്കണം. അതേപോലെ ബിന്ദുവിന് വേണ്ട മക്കളെയും അവരും ഒന്നിച്ച് വരാനൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു
ഇതുവരെയുള്ള എല്ലാ പ്രാർത്ഥനയും മാസ്റ്ററിനും എനിക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മീയവും ബലവുമാണ് എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. 2026 നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരു പുതുമയുള്ള വർഷമായി മാറിയിട്ട് പല കാര്യങ്ങളിലും പുതിയൊരു മനുഷ്യനായി മാറാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ ആമേൻ. നല്ല വാക്കുകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എല്ലാം കണ്ടു പഠിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്ന പുതിയൊരു വർഷത്തിന്റെ ആ അന്തരീക്ഷത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. 2025 നമ്മെ വിട്ട് മാറാത്തക്കവണ്ണം അധികം മിനിറ്റുകളില്ല, അല്പമേട്ടും അതെല്ലാം കണ്ണുമടച്ച് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മെ ഇതുവരെ ജയോത്സവമായി കൊണ്ടുവന്ന സർവശക്തനാ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി വായ് തുറന്ന് സ്തോത്രം ചെയ്താണ്. ഓ അടകതിനെ അന്യഭാഷയിൽ അല്പനിമിഷം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാണ്. എല്ലാവരും തുറന്നു ഒരാണ്ട് കൂടെ ദൈവം നിർത്തി പൂർത്തിക്കൊണ്ട് ഒരു പുതിയ ആണ്ട് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നന്ദി പറഞ്ഞത് ആ ദൈവം മുഴുവനിലേക്ക് എടുത്തത് കൊണ്ട് ഒരാണ്ടുകൂടി ദൈവാത്മാവ് ഗിഫ്റ്റായി തന്നെ യഹോവയ്ക്ക് പ്രസാദമാണ്. ആ ദൈവിക പ്രസാദത്തെ ഓർത്തുകൊണ്ട് എല്ലാം നാമം തുറന്ന് ഒരുമിച്ച് ആത്മാവിൽ കരപിടിച്ച് ഓ ആത്മാവിന്റെ ഭാഷ ഭാഷയോടെ കരങ്ങളടിച്ച് നാളെ എന്ത് സംഭവിക്കുമെന്ന് അത് നമുക്കറിയത്തില്ല. പക്ഷെ നാളെ അറിയുന്നവരായ ഒരു ദൈവം നമ്മുടെ കൂടെയുള്ള ബോധ്യത്തോടുകൂടെ ആ പുതിയൊരു വർഷത്തിന്റെ സന്തോഷകരമായ അന്തരീക്ഷത്തിലേക്ക് ദൈവാത്മാവിനെ പിടിച്ചു കയറുന്നതാണ്. എല്ലാ നാമം തുറന്ന് ഹല്ലേലൂയ സ്തോത്രത്തോടുകൂടെ അവന്റെ മകത്വത്തോടുകൂടെ അവൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ യേശുവിന്റെ മകത്വം കൊടുക്കുക. ഇത്രത്തോളം താങ്ങിയ ദൈവത്തിന്, ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന് 1000 നന്ദി. പ്രാർത്ഥനയോടുകൂടെ ഒരു പുതിയ വർഷത്തെ നമുക്ക് ആത്മാവിൽ ശോധന ചെയ്യത്തക്കവണ്ണം അന്യഭാഷയിൽ 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2027 ഡിസംബർ മാസം 31-ാം തീയതി അവസാന തിമിങ്ങിട്ട് വരികയാണ്. നമ്മെ അത്ഭുതമായി പരിപാലിച്ച പിതാവാം ദൈവത്തിന്, പുത്രനായ യേശുവിന്, പരിശുദ്ധാത്മാവാം ദൈവത്തിന് കരമടിച്ച് നന്ദി പറയുകയോ ഒരു പുതിയ ആണ്ടിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിന്റെ ഭാഗ്യം തരികയോ ചെയ്യുന്ന ആ ദൈവകൃപയ്ക്ക് കരമടിച്ച് അന്യഭാഷയിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ശക്തിക്കായി, ദൈവത്തിന്റെ കരുണയായി, ദൈവത്തിന്റെ അത്ഭുതത്തിനായി കരമടിച്ച അന്യഭാഷയോടെ ഈ 2026 അത് ജനുവരി 1-ാം തീയതി ദൈവത്തമ്പുരാനായി എന്റെ ദൈവത്തിന് കരമടിച്ച അന്യഭാഷയോടെ ഒരാണ്ട് കൂടെ ആയുസ് ഒരാണ്ട് കൂടെ ദൈവം നീട്ടി തന്ന കൃപയ്ക്കായി ഒരു അത് ജയിച്ച വിശ്വാസിയായി, അത് ജയിച്ച പ്രസാദാന്റെ അത് കുലത്തിലെ പോറ്റിമാറി ദൈവം goodbye 2025. Amen. Welcome to 2026. യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 2026 അതിന്റെ നാമമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 365
ശുശ്രൂഷകന്റെ കുടുംബം ചെയ്യ അഭിഷേകത്തോടെ അത് നടത്തി കൊണ്ടുവന്ന ദൈവത്തിന് ഒരു പ്രാദേശിക കലവരിച്ച് ഈ വർഷത്തെ ചൂരിക്ക അത് മാതാപിതാക്കള് അത് ഓർമ്മ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവര് അത് നമുക്കുന്ന നിമിഷത്തിന് അത് നമുക്കുന്ന വർഷത്തിന് നമുക്കുന്ന ഭാഷത്തിനായി അത് വീട്ടിലേക്ക് അയച്ചു വെക്കാൻ ഒരു ഭക്തിയ ജീവിതത്തിന് വേണ്ടി ഒരു ശക്തിയ ജീവിതത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി അത് എന്റെ ഈ വർഷത്തെ സമർപ്പിച്ച് ഇന്നലെ കാണുന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാനുത്തായവന് എത്രയാനെന്തോ ഇന്നലെ കാണുന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാനുത്തായവന് എത്രയാനെന്തോ എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ
നോക്കി ചിരിച്ചിട്ട് കരം കൊടുത്തിട്ട് പറയണം, ദൈവം നമുക്ക് പുതിയ വർഷം തന്നതിന് 1000 നന്ദി. കർത്താവ് നമുക്ക് ഒരു വർഷം തന്നതിന് 1000 നന്ദി. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ, കരം ഉയർത്തി പറഞ്ഞാണ് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് ഒരു വർഷം കൂടി തന്നതിന്, അല്ലേ? പുതിയ വർഷം കിട്ടിയപ്പോൾ പുതിയ പുഞ്ചിരി, പുതിയ സന്തോഷം നമ്മുടെ ഉടനടുത്തേക്ക് തന്നു. ഇങ്ങനൊരു വർഷം നമുക്കൊരിക്കലും ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. അത്രമാത്രം ഭയത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചത്. അത്രമാത്രം ഓരോ ദിവസം ഭീതി നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വന്നു. എന്നാൽ 1 പരിശുദ്ധാത്മാവ് നമ്മുടെ സംരക്ഷകനായിരുന്നു, 2 വചനം നമ്മുടെ സംരക്ഷകനായിരുന്നു, 3 യേശു രക്തം സംരക്ഷകനായിരുന്നു, 4 പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന സംരക്ഷകനായിരുന്നു. ഈ 4 സംരക്ഷണവും ദൈവം നമുക്ക് കഴിഞ്ഞ 12 മാസവും 24 മണിക്കൂർ നമുക്ക് തന്ന കൃപയ്ക്കായി കരമടിച്ചു നന്ദി പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താങ്ക് യു ലോർഡ്. ആ ദൈവത്തെ എത്ര നമ്മൾ ഭയ പ്രൊട്ടക്ഷനാണ്. പട്ടാളക്കാർക്കും അയൽ രാജ്യക്കാർ ലഭിക്കാത്ത വലിയ സംരക്ഷണയാണ് ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് രാവിലെ നമ്മൾ എല്ലാ വർഷം ചെയ്യുന്ന പോലെ പറയാം, 2025 നോക്കിയിട്ട് നമുക്ക് പറയാം, എന്ത് പറയണം? എബനേസർ എന്ന് പറയുന്ന യഹോവ ഇതുവരെയും നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 12 മാസം 365 ദിവസവും ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ട് യഹോവ എബനേസർ എന്ന് നമ്മൾ ചെവിക്കാവുക അപ്പൂപ്പ ശബ്ദത്തിൽ ഉറക്കെ പറയണം. ഈ സിറ്റി മൊത്തം കേൾക്കാം. സോനു സംഗീതമൊക്കെ ഉറക്കുന്നു നിൽക്കുക, സ്വത്രം കഴിക്കാം, ഉറക്കെ പറഞ്ഞാണ്. ഏത് വർഷം നോക്കിയിട്ടാണ്? 2025 നോക്കിയിട്ട്, 12 മാസത്തിൽ നോക്കിയിട്ട് 365 ദിവസം നോക്കിയിട്ട് പറയണം, യഹോവ എബനേസർ എന്ന് പറയണം. യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു. കമണി പറഞ്ഞാട്ടെ, സ്വന്തം പറഞ്ഞാണ്. ഒരു പ്രാവശ്യം കൂടി 2026 നോക്കി 1 മാസം മുതൽ അത് ഡിസംബർ മാസം 31 വരെ 365 ദിവസം നോക്കി. സ്തോത്രം. നമുക്ക് 12 മാസത്തെ നോക്കിയിട്ട് പറയാം, യഹോവ ഈരേ എന്ന് പറയാം. യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളുന്ന പദമാണ്. പറഞ്ഞാണ് യഹോവ 12 മാസത്തെ നോക്കിയിട്ട് പറഞ്ഞാണ്. 365 ദിവസത്തെ നോക്കിയിട്ട് പറഞ്ഞേ യഹോവ. ഒരു more time please. യഹോവ ഈരേ. യഹോവ ഈരേ. എനിക്കും കരുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കരുതിയിട്ടുണ്ട്, നമുക്ക് കരുതിയിട്ടുണ്ട്, കുടുംബത്തിന് കരുതിയിട്ടുണ്ട്, സഭയ്ക്ക് കരുതിയിട്ടുണ്ട്. നമ്മുടെ സമസ്ത മേഖലയ്ക്ക് വേണ്ടി 2026 അവൻ നമുക്ക് വേണ്ടി ഒരു കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, ഒരു മനുഷ്യന് തോന്നാത്ത രഹസ്യ അടയ്ക്കുന്ന ദൈവാത്മാവ് ഒലിപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ കരമുയർത്തി പറയ യഹോവ അബ്രഹാം തന്റെ മകനെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മകനെ യഹോവ ഈരേ. മക്കളെ നോക്കിയിട്ട് പറയാ, മക്കളെ യഹോവ ഈരേ. അവന്റെ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് പറയാ യഹോവ ഈരേ. മോന്റെ മുഖത്ത് നോക്കി പറ യഹോവ ഈരേ. സഭയെ നോക്കിയിട്ട് ഒരുമിച്ച് പറയാം, സഭയ്ക്ക് വേണ്ടി യഹോവ ഈരേ. ആത്മാക്കളെ കരുതിയിട്ടുണ്ട്, സഭയ്ക്ക് വേണ്ടി എല്ലാ നന്ദിയും കരുതിയിട്ടുണ്ട്. സഭ ഒരുമിച്ച് പറയാം, സഭയ്ക്ക് വേണ്ടി യഹോവ ഈരേ. അനേകർ തോറ്റ് തുന്നപ്പാടി കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ. പക്ഷെ നമുക്ക് നോക്കി പറയാം, നമുക്ക് മുകളിലേക്ക് നോക്കിയിട്ട് പറയാം, എന്നെ ജയിപ്പിച്ചു യഹോവ നിസി. അനേകർ പിന്മാറ്റക്കാരായി പോയില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ ആശാന്മാര് പറഞ്ഞു, ഈ വർഷം കഴിഞ്ഞ വർഷം സഭാരാധന മുടക്കിയില്ല, അത് വിജയമാണ്. എത്ര പെന്തിക്കോസ്തുകാർ സഭാരാധന മുടക്കി കച്ചവടത്തിന് പോയെന്നറിയാമോ? കല്യാണത്തിന് പോയെന്നറിയാമോ? എത്ര സഭാരം മുടക്കിയിട്ട് വീട് കയറി താമസിക്കാൻ പോയെന്നറിയാമോ? സഭാരാധനയ്ക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കാതെ പലതിനു വേണ്ടി പോയി പിന്മാറ്റക്കാരായി പോയപ്പോൾ ഇവർ സഭാരം മുടക്കാതെ ദൈവസഭ ആരാധിച്ചത് ഒരു വിജയത്തിന്റെ ലക്ഷ്യമാണ്, സൈനാണെങ്കിൽ നമുക്ക് പറയാം യഹോവ നിസി എന്ന് ഉറക്കെ പറയാമോ? യഹോവ എന്നെ ജയിപ്പിച്ചത് കൊണ്ട് യഹോവ നിസി എന്ന് പറയാം. ഒന്നുകൂടി മാത്രം യഹോവ നിസി. ഇനി നമ്മൾ കുടിച്ച വെള്ളത്തിൽ സമാധാനം ഉണ്ടായിരുന്നു, കഴിച്ച ആഹാരം സമാധാനം ഉണ്ട്, കിടന്ന ബെഡിന് സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങിയതെല്ലാം പോത്ത് കിടന്ന് ഉറങ്ങിയത് പോലെ ഉറങ്ങിയത്. അങ്ങനെ ഉറക്കം ഡീപ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അർത്ഥം സമാധാനം കിട്ടിയതാണ്.
ചുറ്റും നോക്കുമ്പോൾ ആർക്കും എന്തില്ല, സമാധാനമില്ല. പക്ഷെ നമ്മെ നോക്കി നമുക്ക് പറയാം, ആ കുഞ്ഞച്ച എന്തെങ്കിലും തന്നു കർത്താവ് സമാധാനം തന്നല്ലേ. അലിയാലിക്ക് സമാധാനം, അലിയാലിക്ക് സമാധാനം, ആൻമോക്ക് സമാധാനം കൊടുത്തു, മാമേശ്വത്ര ബൈജുവിന് സമാധാനം കൊടുത്തു, കർത്താവ് കൊടുത്തു. അങ്ങനെ നമ്മൾ ചുറ്റും നോക്കിയിട്ട് പറയാം, ഉറക്കെ പറയുന്നു, കറങ്ങി പറഞ്ഞു, ഉറക്കം പറട്ടെ, യഹോവ സരി പറയുന്നു, കറങ്ങി സ്വത്രം. എന്തായാലും അവിടെ തിരുവാതിര കണ്ടിട്ടല്ലേ വന്നേ സ്വത്രം കഴിക്കാൻ. ആ തിരുവാതിര നമ്മള് ഫോട്ടോ എടുത്തിട്ടേതുകൊണ്ട് സ്വത്രം നമുക്കൊന്ന് പറയാം, യഹോവ ശാലോം, പ്രൈസ് ഗോഡ്. ഇത് കറക്റ്റ് സ്വത്രം കഴിക്കാൻ, അഭിനന്ദനം കറക്റ്റ് സ്വത്രം കഴിക്കാൻ, പ്രൈസ് ഗോഡ്. ആമേൻ. യഹോവ നമുക്ക് ഈ വർഷം മൊത്തം എന്ത് തരും കർത്താവ്? ദൈവ സമാധാനം തരും. മൈ ഗോഡ് ഈസ് ശാലോം. നമ്മുടെ കർത്താവ് പീസ് ആണ്. ദൈവ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ്. അതുകൊണ്ട് പ്രത്യാശ ഒരു പ്രാവശ്യം യഹോവ, യഹോവ നമ്പർ 1, യഹോവ എബനേസർ, then യഹോവ ശാലോം. ഒന്നുകൂടി പറഞ്ഞാൽ യഹോവ, ഒന്നുകൂടി പറഞ്ഞു യഹോവ എബനേസർ, then യഹോവ ഇരേ. ഇപ്പൊ ശ്വാസം മുട്ടി എല്ലാം ഫ്ലുവൻസിയിൽ പറഞ്ഞില്ല, ഒന്നുകൂടി പറയണം. നമ്മൾ സഹോദരന്മാരും വന്നാ പറഞ്ഞില്ല സ്വതന്ത്രം. നിങ്ങൾ വിശ്വാസം പൊട്ടെ ഒന്നുകൂടി പറയാം സ്വതന്ത്രം. സഹോദരന്മാരും മാത്രം. സഹോദരൻ നിങ്ങൾ പറ. കാര്യം പഠിച്ച് കർത്താവ് സ്വന്തം പറഞ്ഞാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തെ ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കും, മറങ്ങട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വർഷത്തെ ദൈവം തന്നേലോ ആ കർത്താവിന്റെ വലിയ കൃപയ്ക്കായി കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇനി ഇന്നത്തെ ഈ വർഷത്തെ മെസ്സേജ് കേട്ടിട്ട് വളരെ സമാധാനത്തോടെ നമുക്ക് കടന്നു പോകാം. കേക്ക് വന്നോ? കേക്ക് വായിക്കാം. ഓക്കെ, വിളിച്ചായിരുന്നു. Hallelujah. Thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. കർത്താവ് വിശ്വസ്തനായി നമുക്ക് കൂടി കൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരാണ്ട് കൂടെ ദൈവം നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃക്ഷത്തെ നിർത്തിയതുപോലെയാണ് ദൈവം നമ്മെയും നിർത്തിയത്. സ്തോത്രം. 2, ഒരു വർഷം നാം ദൈവത്തോട് നമ്മുടെ ആയുസ് നീട്ടി. ആയുസ് നീട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തോട് അടുത്തു എന്നതാണ്. നാം ദൈവരാജ്യത്തോട് അടുത്തു. നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്, ആയുസ് കൂടുന്നില്ല. നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. ദൈവം നമുക്ക് എത്ര നല്ലവനാണെന്ന് മനസ്സിലായി. സ്വന്തം ആണ്ടുകൾ കഴിയുന്തോറും നമുക്ക് ശരീര വളർച്ച ഉണ്ടാകുന്ന പോലെ ആത്മീകമായ വളർച്ച നമുക്ക് ഈ വർഷം ഉണ്ടാകണം. ഇതിന്റെ അവസാനം നിങ്ങൾക്ക് അതിന് സമയം തരും. എന്താണ് നിങ്ങൾ ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ രാജ്യത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് ഒരു ടാർഗറ്റ് നമ്മൾ ഇന്ന് എടുത്തിട്ട് അത് അച്ചീവ് ചെയ്യണം ഓരോ ദിവസം. അതിനകത്ത് നാം പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഏറ്റവും മുൻപന്തിക്കാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. നട്ടുച്ച വരെ അധികം സൂര്യൻ ശോഭിക്കുന്ന പോലെ നമ്മൾ ഓരോ വർഷം തരുന്തോറും പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മീകം ഇങ്ങനെ ശോഭിച്ചു മനസ്സോത്രം. നാം സംവത്സരത്തിന്റെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് തന്റെ മഞ്ഞുകൊണ്ട്, കർത്താവ് മഴ കൊണ്ട്, തന്റെ പുഷ്ടി കൊണ്ട് നമ്മെ നിറയ്ക്കുമെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ഷം തഴച്ചു വരുന്ന പോലെ നമ്മൾ ആത്മീയതയ്ക്ക് തഴച്ചു വേണ്ട ആവശ്യമാണ്. സ്വന്തം ഞാനൊരു ചോദ്യത്തോടു കൂടിയാണ് എന്റെ മെസ്സേജിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാക്യം. 2025 നമ്മൾ ഇട്ട ഒരു തീമുണ്ട്. ആർക്കെങ്കിലും പറയാം? എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു സമ്മാനം ഞാൻ അടുത്ത ഞായറാഴ്ച തരും. 2 സെക്കൻഡ് ഉണ്ട്. ഒറ്റ വാക്യം, ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അതിന് മലയാളം ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ സമയം പോയി. സ്വന്തം ഫ്ലഷറീസ് ഉണ്ട് വാക്ക്, ഫ്ലറിഷ് ഉണ്ട് വാക്ക്. അപ്പൊ ആ സമ്മാനം നിങ്ങൾ സഭയായിട്ട് എനിക്ക് അടുത്ത ഞായറാഴ്ച തന്നെ പറ്റും. സഭക്കാരില്ലാത്ത വളരെ തഴച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ആ മെസ്സേജ് പ്രാർത്ഥിച്ചിട്ട മെസ്സേജാണ്.
ഈ ബീന സാക്ഷ്യം പറഞ്ഞതുപോലെ ശുശ്രൂഷയിൽ എനിക്ക് ഒത്തിരി തഴയ്ക്കാൻ പറ്റി. ഞാൻ ഒരു ദിവസം കരഞ്ഞു ദൈവത്തോട്. കരഞ്ഞെന്നറിയാമോ? ഞാൻ കരുതുന്നതാണ്, കർത്താവേ, ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 9 വയസ്സ്. എനിക്കിപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട്? ചിത്രശാസ്ത്രി 50 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ എത്ര? 40. കണ്ടിട്ട് 40 തോന്നുമല്ലേ? സ്വന്തം. ഇപ്പൊ എനിക്ക് 50 വയസ്സും 40 വർഷം ഞാൻ കർത്താവിന് പ്രസംഗിക്കേണ്ട ഭാഗ്യം തന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായമാണ് ഞാൻ പ്രസംഗിച്ച്. എൻ്റെ വലിയപ്പച്ചൻ്റെ, എൻ്റെ പപ്പയുടെ ചർച്ചിലാണ് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയ സ്വന്തം. ആ സാഹചര്യം ഇപ്പോഴും എൻ്റെ മെമ്മറിക്കത് കിടപ്പുണ്ട്. അന്ന് മുതൽ ഞാൻ ബൈബിളിൻ്റെ ഏകദേശ പാർട്ടൊക്കെ ഞാൻ ചെയ്തു പ്രസംഗിച്ചു. പക്ഷെ എങ്കിലും എനിക്കൊരു മനസ്സിനകത്ത് ഭാരം, ഒരു 25% പോലും ഡീപ്പായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ല. ഇനി 75% ഇനിയും പ്രസംഗിക്കാൻ കിടപ്പുണ്ട്. അപ്പൊ ഈ 40 വർഷം പ്രസംഗിച്ചിട്ടും എത്ര ആയുള്ളൂ? 25% ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, 100% പ്രസംഗിച്ചിട്ട് പോകണമെന്നൊരു, അത് ഓർത്തപ്പോൾ എനിക്കൊരു കണ്ണുനീരിൻ്റെ അകത്ത് മനസ്സുണ്ട്. എനിക്ക് യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നുണയും കൊതിയൊന്നും അധികം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ പഴയ വിശ്വാസി 18-20 വയസ്സായിരിക്കുന്ന ചിത്ര സിസ്റ്റർ, ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കും. 5% ഞാൻ കള്ളവും കൊതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധമല്ല. പക്ഷെ എനിക്ക് ദൈവവചനം അധികം പ്രസംഗിക്കാനും പഠിക്കാനുമുള്ള ഭാഗ്യം എനിക്ക് തന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒന്നുകൂടി ഈ 1-ാം മാസത്തിൻ്റെ 1-ാം തീയതി ഞാൻ ആ വചനത്തുമ്പാകെ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അധികം ദൈവത്തിൻ്റെ വചനം വായിക്കാനും പഠിക്കാനും പ്രായോഗികത കൊണ്ടുവരാനും അത് ജനത്തിന് കൊടുക്കാനും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ വചനത്തിൽ സമർപ്പിക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ ആ വചനത്തിന് ഒരു തീം ഇട്ടിരിക്കുന്നത് ഐശയ്യ 31 ആണ്. 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യമാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ദൈവം എനിക്ക് നിയമം തന്ന വചനം. യെശയ്യാപ്രവാചക പുസ്തകം 40-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. പ്ലീസ്. ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എനിക്ക് ആ പദമാണ് നമുക്ക് ഈ വർഷത്തെ മെസ്സേജ്. അതിനകത്ത് വിൽ ലീവ് സ്ട്രോങ് എന്നാണ്. ശക്തരായി നാം ഈ വർഷം ജീവിക്കും. എങ്ങനെയാണ്? വിൽ ലീവ് സ്ട്രോങ് ആയിരിക്കും. എങ്ങനെ ജീവിക്കും? ആടി വാടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഇതുപോലെ അല്ല, ഒരു ചീരവാടുന്ന പോലത്തെ ഒരു ആത്മീയമല്ല. ഈ വർഷം ശക്തരായി ജീവിക്കും. അതാണ് എൻ്റെ ദൂത്. ഈ വർഷത്തെ മെസ്സേജ് ഓരോ സോനു സംഗീത നിങ്ങൾ കൂടെ പ്രസംഗിക്കുന്നത്. ഇങ്ങനെ മാറിയുന്നേ സോന ഇങ്ങനെ എൻ്റെ മൂന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കസൻ കസൻ ഒന്നാതെ വാങ്ങിയിട്ട് തന്നെ ഒരു പരുവത്തിനാണ്. ഓക്കെ മോളെ ഉറങ്ങല്ലേ? ഞാൻ ലാസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിടത്തുള്ളൂ. അപ്പൊ എന്റെ മുഖത്ത് ചോദിക്കണം. ഒരു സ്വന്തം പറഞ്ഞാൽ അപ്പോൾ എന്താണ് വിൽ ലീവ് സ്ട്രോങ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം? ശക്തരായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ കൈ കോൺഫിഡന്റ് ജീവിക്കണം. അതിനകത്ത് ഒരു കാരണവശാലും ഒരു മുഖത്തും ഹൃദയത്തിലും ഒരു വാട്ടം വരരുത്. സനി പറഞ്ഞത് എന്ത് വരരുത്? മുഖത്തും വാട്ടം വരരുത്. പറ പാസ്റ്ററെ എന്ന് വിളിക്കരുത്. പാസ്റ്റർ എന്ന് വാക്ക് വിളിക്കണം. I am blessed എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷമായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സ്ട്രോങ് വേർഡാണ്. ഒരു നെഗറ്റീവ് സ്പിരിറ്റ് നമ്മുടെ അകത്ത് വരാതിരിക്കരുത്. ഈ വർഷം ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ വരരുത്. അവൻ നമ്മുടെ കർത്താവ് എപ്പോഴും പോസിറ്റീവ് തിങ്കാണ്. നമ്മുടെ കർത്താവ് എപ്പോഴും വളർച്ചയുടെ കാര്യം മാത്രമേ പറയത്തുള്ളൂ. നെഗറ്റീവ് പറയത്ത താഴ്ച തകർച്ചയുടെ കാര്യം പറയത്തില്ല. നമ്മുടെ കർത്താവ് എപ്പോഴും സ്ട്രോങ് വേർഡാണ് പറയുന്ന വാക്ക്. നമ്മൾ ഈ ആണ്ടിന്റെ 1-ാം മാസത്തിന് 1-ാം ദിവസം മുതൽ സംസാരിക്കുന്ന പദമൊക്കെയും ശക്തിയുടെ വാക്ക്. നമ്മുടെ വാക്ക് കേൾക്കുന്നവൻ ശക്തനായി മാറണം. നമ്മുടെ മുഖം കാണുന്നവർ ബലപ്പെടണം. നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേകത തോന്നുന്നു എന്ന് ഈ വർഷം
അത് ആ 100 കണക്ക് വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കണം. അതെ സിസ്റ്റർ, നിങ്ങളെ കുറിച്ച് എനിക്ക് പരിചയമില്ല, ബ്രദർ നിങ്ങളെ കുറിച്ച് പരിചയമില്ല, പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ആണ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വാടുന്ന വ്യക്തിയല്ല, നിങ്ങൾ കൊഴിയുന്ന വ്യക്തിയല്ല, നിങ്ങൾ വിശേഷതയുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയത്തക്ക നിലയിൽ നാം സ്ട്രോങ് ആയി മാറും. സ്വന്തം മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് യഹോവയെ ശക്തിയെ, യഹോവയെ, ആ വാക്ക് യഹോവ, എൽ ഷഡായി, എലോഹീം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അല്ലെ, നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് 2 സ്പേസ് ഉണ്ട്, ഡിപ്പാച്ചർ ഉണ്ട്, അറൈവൽ ഉണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ എവിടെയാണ്? അറൈവലാണ്. എന്താ അറൈവലിന്റെ പ്രത്യേകത? നമ്മുടെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും. ഡിപ്പാച്ചറിനെ നോക്കിയ കണ്ണീരും ഗിനാവുമായിരിക്കും, കെട്ടിപ്പിടുത്തവും ചുംബനവും നിലവിളിയും കരച്ചിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അറൈവൽ വരുമ്പോൾ നിൽക്കും. കൊച്ചു കുഞ്ഞുങ്ങളാണ്, നമ്മളെയൊക്കെ പൊക്കോളം വെച്ച് നമ്മൾ ഇങ്ങനെ നിന്ന് വീണ്ടും ഞെട്ടി നോക്കും. സ്വത്ര എന്ന് പറഞ്ഞാൽ ആകാംക്ഷയാണ്. ആ വ്യക്തിത്വത്തെ കണ്ടാൽ പിന്നെ ചാടിക്കറി കെട്ടിപ്പിടുത്തമാണ്. കാര്യം ഞാൻ പ്രതീക്ഷിച്ച വ്യക്തി എന്റെ അടുക്കലെത്തി, അദ്ദേഹത്തെ കാണുവാൻ അനുഭവിക്കാൻ അവസരം ഒരുക്കി. ഇതായിരിക്കണം യഹോവയെ കാത്തിരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഫീലിങ്സ്. സ്വത്ര യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ വായിച്ചോ. എന്റെ മെസ്സേജ് നോക്കണം. ചിറകടിച്ച് ഇറങ്ങുമല്ല, കയറും. അവൻ ശക്തി ക്ഷയിച്ചാൽ ചിറകൊടിയും, ചിറകൊടിഞ്ഞാൽ താഴെ പോകും. പക്ഷെ ചിറകടിച്ചാൽ മേളിൽ പോകും. അപ്പൊ എന്റെ മെസ്സേജ് ഓർക്കണം. അവൻ ചിറകടിച്ചാൽ മേളിൽ പോകുമ്പോൾ ശക്തി പുതുക്കി കഴിഞ്ഞാൽ മേളിലേക്ക് പോകും, താഴോട്ടല്ല. അപ്പൊ ഈ വർഷം നമ്മൾ മേളിലോട്ടേ പോകത്തുള്ളൂ, താഴോട്ട് പോകത്തില്ല. സ്വതന്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ താഴോട്ടല്ല മേളിലോട്ടായിരിക്കും. എനിക്ക് മറുപടി തരണം. ഈ ഓരോ മാസം കഴിയുന്നോറും ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ മെസ്സേജ് ദൈവത്തിൽ നിന്ന് വാങ്ങിയത്. അപ്പൊ നിങ്ങൾ എനിക്ക് മറുപടി തരണം. പാസ്റ്റേ, എനിക്ക് ആ മെസ്സേജ് നിമിത്തം എന്റെ മേൽപോട്ട് ചിന്തിക്കാനും മേൽപോട്ട് നടക്കാനും മേളിലത്തെ അവകാശം പ്രാപിപ്പാനും എന്നെ പ്രാർത്ഥനാക്കി. ആ ഒരു മേഖലയിലേക്ക് കയറി വേണം. അത് നമ്മൾ ഈ ദിവസത്തിന്. അപ്പോൾ അവൻ ചിറകടിച്ച് കയറും. അടുത്ത വാക്ക് ഒന്ന് തളരത്തില്ലെന്നേ. ഒരു എന്താ നല്ല വാക്ക്, തളരത്തില്ല. കഴിഞ്ഞ വർഷം തളർന്നിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം അസ്വസ്ഥപ്പെട്ടു പോയിട്ടുണ്ട്, മാനസികമായിട്ട് നമുക്ക് അസ്വസ്ഥത കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. പക്ഷെ ദൈവം ഹൈ കോൺഫിഡന്റ് ആയിട്ട് ആത്മധൈര്യത്തോടെ വെളിപ്പാട് ഈ 365 ദിവസം പറയുന്നു, അവർ തളർന്നു പോകില്ല. സാത്താന്റെ മുഖത്തേക്ക് നോക്കി പറ, അവൻ നീയെ തളർത്തുന്ന ചിന്താഗതി വന്നാലും, അവന് തളർത്തുന്ന ആശയം വെളിപ്പെടെ വന്നാല്, അവൻ ഞാൻ യഹോവയാണ് കാത്തിരുന്നത്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വരും. എന്റെ നിലവിളി കേട്ടിട്ട് എന്റെ അടുക്കൽ എന്റെ കഥ വരും. എന്നിട്ട് അവരെ മേലോട്ട് കേറ്റിക്കഴിഞ്ഞാൽ തളർത്തില്ല. അവൻ ഇനി ഒരിക്കൽ പിശാച് എന്നെ തളർത്താമെന്ന് വിചാരിക്കേണ്ട, അബദ്ധം പറ്റിപ്പോ പണി നോക്കെന്ന് പറയുന്ന ഒരു ആത്മധൈര്യം നമ്മുടെ അകത്തിന്റെ രാത്രി ഉണ്ടാകണം. ഈ പ്രഭാത സോദരാ, അടുത്ത വാക്ക് വിജയസ് വായിച്ചോ. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ ക്ഷീണിച്ചു നടത്തുകയായിരിക്കും. ക്ഷീണിച്ച് നടത്തുകയായിരിക്കും. ഞാൻ ഇന്നലെ എന്റെ ഈ ഗൂഗിൾ പേ ചെയ്യുന്ന സാധനം പ്രശ്നമായി. അപ്പൊ എന്നെ കൊണ്ടാകുന്നത് ശ്രമിച്ചു, നടന്നില്ല. അപ്പൊ എന്നോട് ഫെഡറൽ ബാങ്കില് ഒരു അസിസ്റ്റന്റ് മാനേജർ, നല്ല തമിഴിനാണ്, നല്ല സ്നേഹം, ഭയങ്കര ബഹുമാനമാണ്. ഞാൻ പണ്ടേ പറഞ്ഞ പാസ്താന്ന് പറഞ്ഞു. അപ്പൊ എന്നെ എഴുന്നേറ്റ് സ്വീകരിക്കത്തുള്ളൂ, നല്ല ചെറുപ്പക്കാരൻ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി പറഞ്ഞു, സാർ 24 hours കഴിഞ്ഞ് ഓക്കെ, അവള് 24 hours 12 മണി സാർ ഞാൻ ശരി തരവാണ്. അതേപോലെ ഞാൻ 12 മണി കഴിഞ്ഞ് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇനി വരാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് ആ കാര്യം ശരിയാക്കി തന്നു. ഞാൻ ആ സന്തോഷത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആ ബാങ്കിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് ഒരു 65-70 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് പുള്ളിക്ക് കയറണം, പക്ഷെ കയറാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ധൈര്യം അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അങ്കിൾ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ചോദിച്ചു. പുള്ളി നല്ലൊരു ഇംഗ്ലീഷ്, നല്ലൊരു അക്ഷരമാണ്. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തെ തോളെ പിടിച്ച് കയ്യെ പിടിച്ച് ഇങ്ങനെ മേപ്പോട്ട് കയറ്റി
ഡോർ തുറന്ന് ബാഗിനകത്തേക്ക് ഞാൻ ഇനി അങ്ങോട്ട് എൻ്റെ ഹെൽപ്പ് വേണം. നോ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. സ്വന്തം അപ്പോൾ തളർന്നത് കൊണ്ട് നടപ്പ് എനിക്ക് എന്തേ ഫീലായി. അപ്പൊ അദ്ദേഹത്തിന് നിൽക്കുന്ന സ്റ്റക്ക് നിൽക്കുന്നു. ഇനി ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കടമ കിടക്കാൻ പറ്റൂ. സ്വന്തം ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഓർത്തോണം, ആട് ഹെൽപ്പ് ഇല്ലാതെ, ആട് സഹായമില്ലാതെ സ്റ്റക്കാക്കി നിൽക്കാതെ സ്മൂത്തായി പോകത്തക്ക നിലയിൽ 2026 അങ്ങൊരു അന്തരീക്ഷം ദൈവം ഒരിക്കൽ തരുമെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞാവേ അവനോട്ട് ആരുടെ സഹായം വേണ്ട, അവനെ ആരും എന്നെ കൈത്താങ്ങ ചെയ്യണ്ട. യഹോവയെ കാത്ത് യഹോവനെ സഹായിപ്പവന് എന്റെ ദൈവം സഹായിക്കുക. അവൻ വേഗത്തിൽ സഹായിക്കുക. കരമടിച്ചു യേശുവേ അവനെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അവൻ നടക്കുമെന്ന് പറയുന്ന ആ വാഗ്ദത്തം നിമിത്തമാണ് ഈ ആണ്ട് മൊത്തം തളർന്നു പോകാതെ ക്ഷീണിച്ചു നടക്കത്തക്കവനമല്ലോ ആത്മാവിനെ ധൈര്യമോ ആത്മാവിനെ ബലമോ എന്റെ ദൈവം ഈ വർഷം എനിക്ക് തരും. നോട്ട് അതർ ഹെൽപ്പ്. ആരുടെ സഹായമില്ലാതെ എന്റെ കാലുകൊണ്ട് തന്നെ എന്റെ കൈകൊണ്ട് തന്നെ വീശി നടന്നു പോകത്തക്കവണ്ണമുള്ള ആത്മീയ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും സ്വർഗ്ഗം എനിക്ക് തരും. അതാണ് ആ വാക്ക്. അപ്പോൾ റിന്യൂഡ് സ്ട്രെങ്ത് എന്നൊരു പദമുണ്ട്. നിന്റെ ശക്തി എന്ത് ചെയ്യണം? പുതുക്കണം. നിന്റെ ശക്തിയെ പുതുക്കണം. അത് നമ്മൾ ബോൺവിറ്റോ ഹോർലിക്സോ ഇവിടുത്തെ ഒരു എൻഷുവറോ ഇവിടുത്തെ ബദാമോ അല്ലെങ്കിൽ പിസയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥാപനം കൊണ്ടൊന്നും നമുക്ക് അതിന് ശക്തിയെ റിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് യഹോവ തന്നെ വന്നേ പറ്റൂ. യഹോവ വന്നെങ്കിൽ മാത്രമേ ആ സ്ട്രെങ്തിനെ റിന്യൂ ചെയ്യാൻ പറ്റൂ. അവർ ഇന്ന് രാത്രി കർത്താവേ യഹോവ വല്ലാതെ ഈ ശക്തി റിന്യൂ ചെയ്യാൻ പറ്റില്ല എങ്കിൽ യഹോവയെ കാത്തിരുന്ന് ഞാൻ ശക്തിയെ പുതുക്കി അവനെ ആത്മാവ് ധൈര്യപ്പെട്ട് ഈ വർഷം മൊത്തം സ്മൂത്തായിട്ട് കയറി പോകാം. ഒരിക്കൽ ഈ കാലേബ് യോശുവിടത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് ഹെബ്രോൻ മല തരണം. അപ്പോൾ യോശു പറഞ്ഞു, മോനെ, അവർ സെയിം പ്രായക്കാരൻ, ഒരുമിച്ച് ഇറങ്ങിയവരാ. അവര് പറഞ്ഞു, യോശു പറഞ്ഞു, മോനെ നിനക്ക് ഇപ്പൊ 85 വയസ്സായില്ലേ? ആണ്. അനാക്കി മല്ലന്മാരാണ് കിടക്കുന്നത്, നിനക്ക് പോകത്തക്ക കപ്പാസിറ്റി ഇല്ല. പക്ഷെ യോശു അറിഞ്ഞില്ല. യോശു അറിയാതെ കാലേബ് പോയി നന്ദിയ ശക്തി പുതുക്കി 85 വയസ്സുകാരൻ 40 വന്ന കാര്യം ആരറിഞ്ഞില്ല. പറയാ സ്വത്രം. യോശു പറഞ്ഞില്ല. പക്ഷെ യോശുവ പണ്ടത്തെ കാലേബിനെ വെച്ച് പറഞ്ഞു, മോനെ നിനക്കിപ്പോൾ 85 വയസ്സായി. അവരോട് പടപെട്ട നിനക്ക് പ്രാപ്തിയില്ല. അവർ അനാഖ്യ മലന്മാരാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അവൻ നിനക്ക് ഇങ്ങനെ പോകുന്ന എനിക്ക് ഏറ്റവും നല്ലത് പോലെ എന്ന് പറഞ്ഞപ്പോൾ നോ മോനെ അങ്ങനെയല്ല. താങ്ക് യു ലോർഡ്. എന്റെ യോശുവ, നീ പുരോഹിതനാണ്, നീ മോശ സ്ഥാപിക്കുന്നതൊക്കെയാണ്. പക്ഷേ നീ അറിയാതെ ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. എന്റെ 85ാമത്തെ വയസ്സിനെ 40ാമത്തെ വയസ്സ് കൊണ്ടുവന്ന് എന്റെ അസ്ഥികൾ മൊത്തം ബലപ്രതിക്കുകയാണ്. പടവെട്ടുവാനും പടപൊരുവാനും പോകുവാനും വരുവാനും 40 വയസ്സുള്ള പ്രായത്തിൽ എനിക്ക് ലഭിച്ച അതേ ശക്തി ഇപ്പോഴും ഉണ്ട് എന്ന വാക്ക് പറഞ്ഞപ്പോൾ അവൻ പ്രമോഷൻ ലിസ്റ്റിൽ കാലേബിന്റെ പേര് നമ്പർ 1. പടവെട്ടി അനാഖ്യ മലമ തോൽപ്പിച്ചു. ഹെബ്രോൻ മല കാലേബ് പിടിച്ചു. അവൻ അത് തന്റെ മകൾക്ക് എന്ത് ചെയ്തു? ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? പിതാക്കന്മാര് മാതാക്കൾ നമ്മുടെ തലമുറയ്ക്ക് എന്ത് കൊടുക്കണം? ചില ഗിഫ്റ്റ് കൊടുക്കണം. അതിന് നമുക്ക് എന്താവശ്യമാണ്? പറ. നമുക്ക് ശക്തി ആവശ്യമാണ്. ശക്തി ഉണ്ടെങ്കിലേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂ. കർത്താവ് ശക്തി എനിക്ക് വേണം, ശക്തി എനിക്ക് വേണം. ശക്തി ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും. ആർക്കാ? എന്റെ ജനറേഷന് കൊടുക്കും. അതുകൊണ്ട് രാത്രി കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ 1ാമത്തെ ദിവസത്തിന്റെ ആദ്യത്തെ മെസ്സേജ് കേൾക്കുകയാണ്. ചെവിക്കകത്ത് ആദ്യ കർത്താവ് എന്റെ തലമുറയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുവാൻ എനിക്ക് ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് വേണ്ടുന്ന ശക്തിയെ എനിക്ക് യഹോവയിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. കരമടിച്ച് രാത്രി പറഞ്ഞ ഈ പ്രഭാതത്തിൽ പറഞ്ഞോണ്ട് ആമേ ഗിഫ്റ്റ് കൊടുക്കണം. അത് ശക്തി ആവശ്യമാണ്. അത് യഹോവയിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കാൻ പറ്റൂ. ഞാനൊരു വാക്ക് വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. അവിടെ പറയും, യഹോവയെ കാത്തിരിക്കുന്നവർ ആരെ പോലെ ശക്തി, കഴുകനെ പോലെ എന്നൊരു പദമുണ്ട് അല്ലേ? അങ്ങനെ വാക്ക് എങ്ങനെയാണ്? ആമേ, കഴുകനെ പോലെ. മൗണ്ട് അപ്പ് വിത്ത് വിങ്സ് ആൻഡ് ഈഗിൾസ് എന്നാണ്. അറിയാം, മൗണ്ട് താമസിക്കുന്ന സാധനമാണ് ഏതാ? കഴുകൻ.
ഏറ്റവും മലയുടെ മേട് താമസിക്കുന്നത്. അപ്പോൾ ഈഗിളിനെ അല്ലെങ്കിൽ പരുത്തിനെ അല്ലെങ്കിൽ ആമസ്വത്രേതനെ കഴുകനെ അവിടെ ഉപമിക്കണമെങ്കിൽ അവൻ നടന്ന് കയറുന്നത് ഉയരത്തിലേക്കാണ്. നമ്മുടെ പേര് അവർ ചേർക്കെ. കഴുകന്റെ അടുത്ത് നമ്മുടെ പേര് ചിത്തമാർ ക്രിസ്റ്റഫർ, സാം അല്ലെങ്കിൽ അനോ ഷാമുവേൽ അല്ലെങ്കിൽ ബീന ക്രിസ്റ്റഫർ നമ്മുടെ പേരിട്ട് പറ. അവൻ ദൈവം എന്നെയും ദൈവം കണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞത് മൗണ്ട് വിത്ത് ബിഗ് സൈൻ ഈഗിൾ. കഴുകന്റെ ചിറക് പോലെ എന്റെ ചിറകിലാക്കിയിട്ട് എന്നെ കൊണ്ട് പ്രമോഷൻ ഇട്ട് ട്രാൻസ്ഫർ ചെയ്ത് ദൈവം എന്നെ മേലേക്ക് കയറ്റും. അതാണ് ഈ വർഷത്തിൽ എന്റെ ദൈവത്തിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയെങ്കിൽ യഹോവയെ കാത്ത് ശക്തിയെ പുതുക്കം. അവൻ ഒരു ഈഗിൾ പക്ഷി വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. അവൻ അതിന് ഗരുഡൻ എന്ന് പേരുണ്ട്. അവൻ ഗരുഡെന്ന് പറയുമ്പോൾ പുരാണങ്ങളുടെ ഈ ഐതിഹാസ്യത്തിന്റെ വലിയൊരു അടയാളമായിട്ട് കാണുന്ന വാക്കാണ്. ഹിന്ദുക്കൾ അവൻ പുരാണങ്ങൾ കാണിക്കുന്ന വാക്കാണ്. പരുന്ത് എന്ന് പറയുന്നത്, പരുന്ത് വേട്ടയാടി പിടിക്കുന്ന. ഈ പരുന്തിനും ഈ ഗരുഡനും ഈ കഴുകനും ഒക്കെ ഒറ്റ പേരേ ഉള്ളേതാ, ഈഗിൾ. സ്വന്തം. അപ്പോൾ വേട്ടയാടി പിടിക്കണം. അതിന് നമുക്ക് പോരാട്ട വീര്യമെന്നാണ് പറഞ്ഞത്. അത് ഈ വർഷം എന്ത് പോരാടിപ്പിക്കണം. ഈ മാസത്ത് പോരാടി പിടിക്കണം. എന്റെ അവകാശം അത് ഗരുഡ പോലെ തന്നെ എന്ത് ചെയ്യണം, പോരാടി. എന്നാ ദൈവം നമ്മെ പാർപ്പിക്കുന്നത് ഉയരത്തിലായിരിക്കും. ഞാൻ 4 പോയിന്റ് എന്ന് പറയാം. നമ്പർ 1, അതിന് സൂക്ഷ്മമായ ഒരു ശക്തിയുണ്ട്, സീക്രട്ട് സ്ട്രെങ്ത് ഉണ്ട് അതിനകത്ത്. ഒന്ന്, അവ വലിപ്പത്തിൽ ഒന്നാമനാണ്. ആരാ? കഴുകൻ. വലിപ്പത്തിൽ, അതായത് അവൻ പക്ഷി വർഗത്തിൽ വെച്ച് ഏറ്റവും വലിയ സാധനമാണ് ഏതാ? കഴുകൻ. അപ്പോൾ നമ്പർ 1 കഴുകനെ പോലുള്ള വാക്കിന് നമ്പർ 1 എന്താണ്? വലിപ്പത്തിൽ 1ാം സ്ഥാനം. അപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ആരായിരിക്കണം? വലിപ്പത്തിൽ ഉണ്ടായിരിക്കണം. ബന്ധുക്കളെ, ചാച്ചക്കാർ, സ്നേഹിതന്മാരെക്കാളും അച്ഛ നമ്മൾ ആരായിരിക്കണം? നമ്പർ 1. അപ്പൊ ഈ വർഷം പറ, വലിപ്പത്തിൽ ഞാൻ 1ാം സ്ഥാനം. ഈഗിളാണ്. ഈഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയണ വാക്ക് ആ വീട് പൂർത്തിയാകും അല്ലേ? നമ്പർ 1. എന്റെ കുഞ്ഞിന്റെ വിവാഹം നമ്പർ 1. ആ നന്മയ്ക്ക് എല്ലാവരും കൊടുത്തത് പോലത്തെ തീർക്കാൻ നന്മയല്ല, അത് വെറൈറ്റി ആയിരിക്കും. ആമേ പറയാമോ? ആമേ പറയാമോ? 2, എല്ലാവരും പോയ റൂട്ട് കൂടി പോക്കല്ല, ആരും പോകാത്ത റൂട്ട് വഴി. അതെപ്പോൾ ഈ ഈഗിൾ എപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പുള്ളി ഇങ്ങനെ കാക്കകളെ കറങ്ങുന്ന പോലെ പുള്ളി എന്തെത്തില്ല. പുള്ളിക്കൊരു ഡിമാൻഡ് ഉണ്ട്. നമ്മൾ ഈ വർഷത്തിൽ ഓർത്തോടെ നമുക്ക് എന്താവശ്യമാണ്? ഒരു കൾച്ചർ ആവശ്യമാണ് അല്ലേ? നമ്മള് ഫെയ്ത്തൽ ഏജ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ജെയ്സ് എല്ലാവരും അറിയണം. വെറൈറ്റിയാണ് അറിയണം. ഞാൻ കുഞ്ഞു നല്ലതെന്ന് ആള് കുറവായിരിക്കും, നോ പ്രോബ്ലം. പക്ഷെ അച്ഛാ അത് വ്യത്യസ്തമായിരിക്കണം. എനിക്കറിയാം, ഞാൻ ഈ സെക്ഷൻ്റെ വ്യത്യസ്തനാണ്. അസംസോടെ അതിന്റെ വ്യത്യസ്തനാണ്. ഈ അസംസോടെ എല്ലാ പാസ്റ്റർമാർക്കും എന്നെ അറിയാം. എല്ലാവർക്കും എന്നെ കുറിച്ച് സന്തോഷമാണ്. അത് നിങ്ങൾക്കും അതിനകത്തൊരു ഭാഗമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എപ്പോഴും വെറൈറ്റി പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ്, അതിന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മെസ്സേജിനകത്ത് മുഖ്യ ദിവസങ്ങൾ പറയും, പാസ്റ്റർ ഇങ്ങനൊരു തോഴ്സിനകത്തുള്ള കാര്യം ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയാം. 2500 വിശ്വാസികൾ ആരാധിക്കുന്ന വലിയ ചർച്ചിൽ അവരെ ടിക്കറ്റിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. അവിടെ പ്രസംഗിച്ചിട്ട് 7 ദിവസത്തെ മാസപ്പത്തെ ഗസ്റ്റ് സ്പീച്ചർ വിളിച്ചതാണ്. ഞാൻ ഒരു ഒന്ന് പ്രസംഗിച്ചു. ആ ഒന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കമ്മറ്റിക്കാരെന്ന് പറയുന്ന വാക്കാണ്, ഇങ്ങനൊരു ചിന്ത ഇതിനകത്തുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ മറ്റൊരു ആയത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 1 ഈ 2 കമ്പയർ ചെയ്ത് 21 ദിവസം പ്രസംഗിച്ചു. 20 ദിവസം പ്രസംഗിച്ചപ്പോൾ എന്നോട് അവരുടെ വിശ്വാസികളും പരസ്പരം കമ്മിറ്റികളും വാക്കാകുന്നു, നിങ്ങളുടെ സൂപ്രണ്ടുമാര് വരെ വന്ന് പ്രസംഗിച്ചു. അസംസോടെ സഭയാണ്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ശബ്ദമാണ്. ഞാൻ അവിടെ നിറകണ്ണു നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ ഞാൻ വ്യത്യസ്തം ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അഭിമാനത്തോട് പറയാം, അസംസോട്
ഈ ഫെയ്ത്ത് ഏരി ചർച്ചിൽ ആരാധിക്കുന്ന വിശ്വാസികൾക്ക് എപ്പോഴും ഒരു വെറൈറ്റി പ്രതീക്ഷിക്കാം, വെറൈറ്റി ബിൽഡപ്പ് ചെയ്യാം. അതിന് കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്പർ 1 വലിപ്പത്തിൽ ഒന്നാമനാണ്, 2 ശക്തിയിൽ ഒന്നാമനാണ്. എന്താണ് കഴിയുന്ന ആരാണ്? വലിപ്പത്തിൽ 1, രണ്ടാമത്തത് ശക്തിയിൽ 1. അപ്പൊ നമ്മൾ എന്തായിരിക്കണം വെച്ചാൽ ഞാഞ്ഞാമഞ്ഞാകല് ശക്തിയിലും ഒന്നാമനായിരിക്കണം. നമ്മുടെ സഭ ശക്തിപ്പെട്ട് വരികയാണ്. മൂന്നാമത്തെ വാക്ക് പറക്കുന്നതിൽ ഒന്നാമൻ. എത്ര പറന്നാൽ എന്തില്ല, ഒരു ക്ഷീണവും തറച്ച് പൊളിഞ്ഞ നിൽക്കും. ചെറിയ വിളിച്ചോണ്ട് മറ്റേ കക്ഷി കാക്കയോ ഇവിടെ നിന്ന് പറ ചാലയിൽ പോകുമ്പോ തന്നെ ഒരു 10 കൊമ്പ് കയറി നിന്നിട്ട് പറ 10 കൊമ്പ് കയറി സിസ്റ്റർ വെള്ളം വേണോ? ഇച്ചിരി വെള്ളം കൂടി സമയം ചുമ കേൾക്കുമ്പോ വരണ്ട ചുമയാണ്. അത് ചോദിച്ചാൽ പോലെ ശ്രോത്രം വെള്ളം തീർന്നു തീർന്നു ഇച്ചിരി ഉണ്ട് വരണ്ട ചുമ മാറ്റ ചുമച്ച് മെസ്സേജ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രോതം. അപ്പൊ മൂന്നാമത്തെ പറക്കുന്നതിന് ഒന്നാമത് ആവശ്യം. ഇനി നാലാമത്തെ കാര്യം കാഴ്ചയിൽ ഒന്നാമത്. എന്താ നമ്പർ 1? വലിപ്പത്തിൽ നമ്പർ 1. 2 ശക്തിയിൽ ഒന്നാമൻ. 3 പറക്കുന്ന കാര്യത്തിൽ എത്ര സഞ്ചരിച്ചാലും മടിക്കില്ലാത്ത സഞ്ചരിക്കുന്ന കാര്യത്തിൽ ഒന്നാമൻ. 4 കാഴ്ച. അതിനെ വിളിക്കുക റെവലേഷൻ, വിഷൻ, ഡീപ് വിഷൻ ആണ്. മറ്റാർക്ക് ലഭിക്കാത്ത സീക്രട്ട് വിഷൻ മൊത്തം കനികൾ കൊടുത്തതുപോലെ പരിശുദ്ധാത്മ പറയുന്നു നമുക്ക് ദൈവം വ്യത്യസ്തമായ വിഷൻ സ്വന്തം. അപ്പൊ ഈ വർഷം ആരായിരിക്കും പ്രൊഫസർ പറ 1 നമ്പർ 1 പറ. വലിപ്പത്തിൽ നമ്മൾ ആലോചിക്കണം 1. 2 ശക്തിയിൽ നമ്മൾ 1. 2 പറക്കുന്നതിൽ നമ്മൾ ഒന്നാമത്. അടുത്ത കാഴ്ചയിൽ. കാഴ്ച പറയുമ്പോൾ റെവലേഷൻ, വിഷൻ എന്ന 2 പദമുണ്ട്. ഈ 4 കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണെങ്കിൽ 2026 എല്ലാ നിലയിലും മേൽത്തട്ടിലായിരിക്കും. സ്വന്തം ഒന്ന് സ്വന്തം ചെയ്യാമോ? കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ലെവൽ എത്ര മനസ്സിലായി സ്വന്തം? അപ്പൊ 1 ശക്തി, 2 ദർശനം. ഇതിനകത്ത് ഒരു കാര്യം കൂടി അതിനെ കുറിച്ച് പറയുന്ന വാക്കാണ് ഈ സ്തോത്രം. ഒന്ന് വായിച്ചേ 2 ശമൂവേൽ പുസ്തകം 1:23 വാക്യം വായിച്ചാമോ? 2 ശമൂവേൽ chapter 1:23 വേഗത്തിൽ വായിച്ചാമോ? പെട്ടെന്ന്. 1:23. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും കൊണ്ടിരുന്നു. മരണത്തിനും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകന്മാരെക്കാൾ വേഗത ഉള്ളവർ. അടുത്ത വാക്യം സിംഹങ്ങളെക്കാൾ ശക്തന്മാര്. സ്വത്രം ഏത് വാക്കാണ് ആ ബൈബിള് നമ്മളെ സൊസൈറ്റിയിലാണ്. ഒന്നിന് വായിച്ചു. അവർ കഴുകന്മാരെക്കാളും വേഗതയുള്ളവർ. അടുത്ത സിംഹത്തെക്കാൾ ശക്തന്മാര്. സ്വത്രം. ഹലോ, ആരായിരുന്നു? ദാവീദും അപ്പനും മോനും ആരായിരുന്നു? ശൗലും യോനാഥാനും. അച്ഛാ, നമ്മുടെ വീടിനകത്ത് അപ്പനും മക്കളും ഇതുപോലത്തെ അന്തരീക്ഷമായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു. ഹലോ, ഈ വർഷത്ത് നമ്മുടെ മക്കളും അപ്പനും അമ്മയും എങ്ങനെയായിരിക്കണം? കഴുകൻ ഒന്നിച്ചു നിന്നാൽ കഴുകന്മാരെക്കാൾ വേഗതയുള്ളതായിരുന്നു. സ്വന്തം മനസ്സിലാകുന്നുണ്ട്? രാമയെ പറയാമോ? സ്വന്തം പറയാമോ? അപ്പൊ അങ്ങനെയെങ്കിൽ ആ വാക്കിൽ 2 കാര്യം കൂടെ എനിക്ക് പറയണം. 1 ശക്തിയിൽ, ദർശനത്തിൽ. ഇനി ഇതിനകത്തൊരു സ്വഭാവങ്ങളുണ്ട്. ഇത് ഉള്ള വേസ്റ്റ് എല്ലാം, ശവങ്ങളെല്ലാം നീ തിന്ന് മുടിക്കും. അതിന്റെ അർത്ഥം എന്താ? അശുദ്ധി ആ ദേശത്ത് നിന്നും മാറ്റുന്ന ശുശ്രൂഷ ആർക്കുണ്ട്? കഴിവുണ്ട്. നമ്മുടെ വീട്ടിലോ, നമ്മുടെ സഭയിലോ, നമ്മുടെ നാട്ടിലോ, നാം ബന്ധപ്പെട്ട മേഖലയിലോ ഒരു അശുദ്ധിയുടെ ശബ്ദം, രീതി ഉണ്ടാകാതെ കഴുകൻ എന്ന് വെച്ച് ആ ശുദ്ധിയെ മാറ്റാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകും. സ്വന്തം
ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാട്ടെ. എന്താണ്? എല്ലാ അശുദ്ധി എന്ന കഴുകൻ ആ ഭാഗത്ത് എന്ത് ചെയ്യാം? മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതേ ശുദ്ധമായി കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം കുറെ മിഷൻസ് ഉണ്ട്, കുറെ ദൗത്യമുണ്ട്. ആ ദൗത്യം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വർഷം നമ്മൾ വിജയിച്ച് സ്വതന്ത്രം. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഈ ദൂത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പലരെ കുറിച്ച് എനിക്ക് പ്രവചിക്കാൻ തക്കവണ്ണം നിയോഗം ആ വചനത്തിൽ നിന്ന് കയറി വരുന്നുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, നമ്മൾ താഴ്ച പ്രാപിക്കില്ല. ഇനി താഴെ കൂടിയുള്ള യാത്രയല്ല, മേൽ കൂടി തന്നെ സഞ്ചരിക്കത്തക്ക നിലയിൽ എത്ര സഞ്ചരിച്ചാലും മടി വരാത്ത രീതിയിൽ കഴുകൻ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കത്തക്ക നിലയിൽ 2026 യാത്രകളുടെ വലിയൊരു നീണ്ട നിര ആത്മീയ ജീവിതത്തിന് ഭൗതിക മണ്ഡലത്തിലും ദൈവം തരുമെന്ന് തലമുറകളെ മാതാപിതാക്കളെ വിശ്വസിക്കാൻ നിയോഗമുണ്ടെങ്കിൽ കരമടിച്ച് ആമേൻ പറഞ്ഞ് ആ ദൂതി സ്വീകരിച്ചാൽ അതിന് ശൂന്യതയല്ല, അവൻ താഴ്ചയുടെ തകർച്ചയല്ല, അവൻ നിറവിലേക്ക് തന്നെ സഞ്ചരിക്കത്തക്കവണ്ണം എന്റെ ദൈവം 2026 ഒരു കടികൾ ചിറക് വിരിച്ച് സഞ്ചരിക്കുന്ന പോലെ അവൻ ദൈവം സഞ്ചരിക്കുമാറാക്കുക. അങ്ങനെ എന്റെ ദൈവാത്മ പറയുന്നു, നീ ശക്തിയെ പുതുക്ക്, നീ ബലപ്പെട്ട് ക്ഷീണിച്ചു പോകരുത്, അത് തളർന്നു പോകരുത്, ആത്മ ബലപ്പെട്ടിരിക്കണം. ഒരു ആത്മാവിനെ പുതുക്കത്ത് നീങ്ങു. അത് എല്ലാ നിലയിലും നിറവിലേക്ക് ദൈവാത്മ നടത്തുന്ന ദിവസങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞപ്പോൾ ഒരു ചൈതന്യം വന്നു, ഒരു പുതുക്കം വന്നു, ഒരു ആത്മാവ് ധൈര്യം വെളിപ്പെട്ടു. നമുക്കിന്ന് രാത്രി പറയാം, ഈ 1-ാം ദിവസം പറയാം, നമ്മൾ ദൈവ വിശ്വസനീയമാണ്. ഒരു 2-3 വാക്കുകൾ ഞാൻ ഒരു 5 മിനിറ്റും കൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് നിർത്താം. നോട്ട് ചെയ്തെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്യണം. നാം 1-ാം മാസം 1-ാം തീയതിയാണ് പറയുന്നത്. 1-ാം മാസം നോട്ട് ചെയ്ത് 1 ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ അതൊരു പാപപരിഹാര ദിവസമാണ്. എഗെസ്കേ പ്രവാചക പുസ്തകം 45-ാം അധ്യായം 16-18 വാക്യത്തിൽ അതൊരു പാപപരിഹാര ദിവസമാണ്. ഏത് ദിവസം? 1-ാം മാസം 1-ാം ദിവസം. എന്താണ്? അതൊരു പാപപരിഹാര ദിവസമാണ്. ഇന്ന് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്നുവെങ്കിൽ ഓരോ മാസവും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ കാണും. 2 സെക്കൻഡ് ദിനവൃത്താന്തം 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 29:17 2 ദിനവൃത്താന്ത പുസ്തകം 29:17 വാക്യത്തിൽ അതൊരു ശുദ്ധീകരണ ദിവസമാണ്. അവരവരെ തന്നെ ശുദ്ധി ദിവസമാണ് 1-ാം മാസം 1-ാം ദിവസം. ദൈവമക്കൾ ശക്തിയോടെ കേൾക്കണം. 3-ാമത്തെ വാക്യം എസ്രയുടെ പുസ്തകം 10:17 എസ്ര 10:17 എക്സ്ട്രാ ചാപ്റ്റർ 10:17 അതിനകത്ത് പറയുന്നു അതൊരു വേർപാട് ദിവസമാണ്. മിങ്കിളല്ല ലൈഫ്, അത് സെപ്പറേറ്റ് ലൈഫ് ബിൽഡപ്പ് സമയമാണ്. ഹലോ, അവൻ 1-ാം മാസം 1-ാം തീയതി